നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ന് മഹാശിവരാത്രിയാണ്. ക്ഷേത്രങ്ങളിലൊക്കെ വളരെ വിപുലമായ ആഘോഷങ്ങൾ നടന്നു വരികയാണ്. പ്രയാഗ്രാജിൽ ഇത്ര നാളായി നടന്നുകൊണ്ടിരുന്ന മഹാകുംഭമേളയ്ക്ക് ഇന്ന് അവസാനമാവുകയാണ്. കേരളത്തെ സംബന്ധിച്ച് പക്ഷേ വളരെ വളരെ പ്രത്യേകത ഉണ്ടാവുന്നത് അങ്ങനെയൊന്നുമല്ല. ഇന്നൊരു ചരിത്രം തിരുത്താൻ കഴിയുമോ എന്ന പ്രതീക്ഷയിൽ നമ്മളൊക്കെ കാത്തിരിക്കുന്നത് രഞ്ജി ട്രോഫി മത്സരത്തിലേക്കാണ്. 75 വർഷത്തെ ചരിത്രമാണ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത്. അവിടെ ഫൈനലിൽ എത്തിക്കഴിഞ്ഞു. വിദർഭയെ തകർത്ത് നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ മണ്ണിലേക്ക് കിരീടം കൊണ്ടുവരാൻ കഴിയുമോ എന്ന ആകാംക്ഷയാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും ശുഭപ്രതീക്ഷ. വെഞ്ഞാറമൂട് കൊലപാതകത്തെക്കുറിച്ചൊക്കെ തുടക്കത്തിൽ മനഃപൂർവ്വം പറയാതിരുന്നതാണ്. നമ്മൾ അത്രയേറെ ഇന്നലത്തെ ദിവസം ആ വാർത്ത ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്, നമ്മുടെ ചെറുപ്പക്കാർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കും നമ്മൾ പോകുന്നു. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. വിദർഭയെ തകർത്ത് രഞ്ജി ട്രോഫി കിരീടവുമായെത്താൻ കേരളം ഇന്നിറങ്ങും. കേരളം ഫൈനലിലെത്തുന്നത് ഇതാദ്യമായി. മത്സരം നാഗ്പൂർ ജാംതയിലെ VCA സ്റ്റേഡിയത്തിൽ. വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കുരുതിയിൽ അന്വേഷണം തുടരുന്നു. ഉറ്റവരെ കൊന്നൊടുക്കിയ അഫാൻ ഇപ്പോഴും നിരീക്ഷണത്തിൽ. ഇന്നും ചോദ്യം ചെയ്യൽ തുടരും. ലഹരി ഉപയോഗം സ്ഥിരീകരിക്കാൻ ശാസ്ത്രീയ പരിശോധനാ ഫലം കാക്കുന്നു. പിതാവിനെ നാട്ടിലെത്തിക്കാനും ശ്രമം. കട്ടിലിൽ നിന്ന് തലയിടിച്ചു വീണതെന്ന് മൊഴി നൽകിയ അഫാന്റെ അമ്മ. മൊഴി നൽകിയ ശേഷം ഷെമി വീണ്ടും അബോധാവസ്ഥയിൽ. ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ. 5 മരണങ്ങളും തലയ്ക്കടിയേറ്റ ക്ഷതം മൂലമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇന്ന് മഹാശിവരാത്രി. ബലിതർപ്പണത്തിനൊരുങ്ങി ആലുവ മണപ്പുറം. മഹാകുംഭമേള ഇന്ന് പൂർത്തിയാകും. കോട്ടയത്ത് പ്രമുഖ ഇടത് നേതാവ് തൃണമൂൽ കോൺഗ്രസിൽ ചേരുമെന്ന് PV അൻവർ. വാർത്താ സമ്മേളനത്തിൽ വിവരങ്ങൾ പുറത്തുവിടും. തൃണമൂലിലേക്ക് കൂടുതൽ ഇടത് നേതാക്കൾ എത്തുമെന്നും അൻവർ. കണ്ണൂർ ആറളം ഫാമിലെ കാട്ടാനകളെ തുരത്താനുള്ള ശ്രമം തുടങ്ങും. പ്രദേശത്ത് ഉള്ളത് 50ഓളം ആനകൾ. ദൗത്യത്തിനിറങ്ങുക വനം വകുപ്പിന്റെ 2 സംഘങ്ങൾ. ആദ്യം നമ്മൾ പോകുന്നത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. എന്തിനാണ് ആ കൂട്ടക്കൊല? വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ ആശുപത്രിയിൽ കഴിയുന്ന അഫാനെ ഇന്ന് ചോദ്യം ചെയ്യും. ചികിത്സയിൽ കഴിയുന്ന ഉമ്മ ഷെമിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഉമ്മയുടെ മൊഴിയെടുത്ത് കൂടുതൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘത്തിന് തീരുമാനം. അഫാന്റെ പിതാവിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമവും ഇതിനിടെ തുടരുന്നുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഈ കൂട്ടക്കൊലപാതകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തിനാണിത് ചെയ്തതെന്നറിയാവുന്ന ഏക വ്യക്തി ഈ പ്രതിയായ അഫാൻ മാത്രമാണ് എന്നതാണ്. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ കഴിയുന്ന ഒരാൾ ഷെമിയാണ്. ഷെമി ആവട്ടെ അബോധാവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആരോഗ്യനില തൃപ്തികരമെന്ന് പറയുമ്പോഴും പൂർണ്ണ ബോധത്തിലേക്ക് എത്തിയൊരു വിവരങ്ങൾ നൽകാനുള്ള സമയം വേണമല്ലോ. അഫാൻ കഴിഞ്ഞ ഇത്രയേറെ സമയമായി നിരീക്ഷണത്തിലാണുള്ളത്. ആശുപത്രിയിൽ നിന്നോ പോലീസിൽ നിന്നോ കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടോ? 72 മണിക്കൂർ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കർശനമായ നിരീക്ഷണത്തിൽ തന്നെയായിരിക്കും അഫാൻ. അതിനുശേഷം മാത്രമേ ചോദ്യം ചെയ്യലടക്കമുള്ള തുടർ നടപടികളിലേക്ക് പോലീസിനെ കടക്കാൻ കഴിയുള്ളൂ. കാരണം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന മാനസിക നിലയിലല്ല അഫാൻ പിന്നീട് പെരുമാറിയിരുന്നത്. കാരണം ഈ കാനുല കയ്യിലേക്ക് കടത്താനായി പലതവണ ഡോക്ടർമാർ നഴ്സുമാരൊക്കെ ശ്രമിക്കുന്ന സമയത്ത് അത് തട്ടിമാറ്റുന്ന ഒരു നീക്കമാണ് ഉണ്ടായത്. അതോടൊപ്പം ഈ വയറ് കഴുകുന്നതടക്കമുള്ള പരിശോധനകൾ, അതായത് ഈ വിഷം കഴിച്ചിരുന്നുവെന്നാണ് പ്രതി ആദ്യം പോലീസിന് നൽകിയ മൊഴി. അത് കുഴിമന്തിയിൽ ചേർത്ത് കഴിച്ചെന്നും പിന്നീട് അത് ശീതളപാനീയത്തിൽ കലർത്തിയാണ് കഴിച്ചതെന്നും ഒക്കെ പറഞ്ഞപ്പോൾ അതിലൊരു വ്യക്തത വരുത്തേണ്ടതിന് വേണ്ടിയിട്ടാണ് പോലീസ് അത്തരം പരിശോധനകൾക്ക് ശ്രമിച്ചത്. പക്ഷേ അതിനോടൊന്നും സഹകരിക്കാത്ത ഒരു നിലപാടായിരുന്നു അഫാന്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നിരീക്ഷണം നടത്തി ഏതാണ്ട് 72 മണിക്കൂർ വിശദമായ
പരിശോധനകൾക്ക് ശേഷം മാത്രം മറ്റ് നടപടികളിലേക്ക് പോലീസിന് ഈ കേസിന്റെ അന്വേഷണത്തിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിലുള്ള മറ്റ് നടപടിയിലേക്ക് കടന്നാൽ മതി എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘവും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ 72 മണിക്കൂർ പോലീസിന്റെ നീക്കം പരമാവധി തെളിവുകൾ ശേഖരിക്കുക, ഈ ക്രൈം സ്പോട്ടുകളിൽ നിന്ന് പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നതാകും. ഇന്നലെ ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുന്നതുവരെ അതുമായി ബന്ധപ്പെട്ട നടപടികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരും. പക്ഷേ ആ നടപടികളൊക്കെ ഇന്നലെ വൈകുന്നേരം 6:30 കൊണ്ട് പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പിമാർ അടങ്ങുന്ന സംഘം വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ഈ 3 സ്ഥലങ്ങളിലെയും ക്രൈം സ്പോട്ടുകളിൽ വിശദമായ പരിശോധന നടത്തി അവിടെ നിന്ന് പരമാവധി ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളായിരിക്കും നടത്തുക. അതോടൊപ്പം ഒരായുധം തന്നെയാണോ എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്നത്, ഏതെങ്കിലും ആയുധങ്ങൾ ഈ കൊലയ്ക്ക് ഉപയോഗിച്ച ഏതെങ്കിലും ആയുധങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ടോ, ഈ കാര്യങ്ങളിലൊക്കെ വിശദമായ പരിശോധന നടക്കും. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഉമ്മയെ അവർ ഇപ്പോഴും ആശുപത്രിയിൽ അപകടനില തരണം ചെയ്തിട്ടില്ല പൂർണ്ണമായിട്ട് എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. പക്ഷേ ആശങ്കാജനകമല്ല കാര്യങ്ങൾ, അവർ പതുക്കെ റിക്കവറായി വരുന്നുവെന്നും വിവരങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയൊരു കൂട്ടക്കുരുതി നടത്തി 23 വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ മൂത്ത മകൻ അഫാൻ എന്ന കാര്യം ഇപ്പോഴും ഷെമിക്കറിയില്ല. അതാണ് ഏറ്റവും ഞെട്ടലുളവാക്കുന്ന കാര്യം. അനിയൻ ഉൾപ്പെടെ, അതായത് ഈ 23 വയസ്സുകാരൻ അനിയൻ കൊല്ലപ്പെട്ട 14-കാരൻ ഉൾപ്പെടെ സുഖമായി ഇരിക്കുന്നു എവിടെയോ എന്നാണ് ബന്ധുക്കളടക്കം ഇവരെ ഇന്നലെ നേരിൽ കാണാനായി ആശുപത്രിയിൽ ICU യൂണിറ്റിൽ കയറിയപ്പോൾ അവരോട് ചോദ്യങ്ങൾക്ക് ഉത്തരമായി പങ്കുപറ്റി. അതിനുശേഷം വീണ്ടും ഒരു അബോധാവസ്ഥയിലേക്ക് അവരുടെ ആരോഗ്യനില മാറുകയായിരുന്നു. പക്ഷേ ആശങ്കാജനകമല്ല കാര്യങ്ങൾ, അവർ റിക്കവറായി വരുന്നുവെന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയാണെങ്കിൽ ഇത്ര വലിയൊരു കൂട്ടക്കുരുതി നടന്നിട്ടുണ്ട് എന്നതിൽ നിന്ന് മാത്രമേ ഈ ആക്രമണത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് അവരിൽ നിന്ന് ചോദിച്ചറിയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിന്റെ ഒരു ആഘാതം താങ്ങാൻ അവർക്ക് കഴിയുമോ എന്നതാണ് പോലീസിനെയും ബന്ധുക്കളെയും ഒക്കെ ഒരുപോലെ ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ കാര്യങ്ങളൊന്നും അതിൽ നിന്ന് ചോദിച്ചെടുക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലല്ല പോലീസും ഉള്ളത്. അതുതന്നെയാണ് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നത്. എന്തായാലും പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികൾ പോലീസിന് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതൊരുപക്ഷെ ഈ ഡോക്ടർമാരുടെ നിരീക്ഷണം പൂർത്തിയാക്കി ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തതിന് ശേഷമേ ഒരു പക്ഷേ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇതോടൊപ്പം ഡാൻ, ഈ അഫാന്റെ പിതാവിന്റെ കാര്യത്തിൽ ഇന്നലെ പ്രവാസി സംഘടനകളൊക്കെ വലിയ രീതിയിലുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. 6 വർഷമായി അദ്ദേഹത്തിന് നാട്ടിൽ വരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇങ്ങനൊരു സമയത്ത് ഏറ്റവും അടുത്ത ബന്ധുക്കളെ നഷ്ടപ്പെടുന്നു, ഭാര്യ അതീവ ഗുരുതരാവസ്ഥയിലിരിക്കുന്നു. ഈ ഒരു സമയത്ത് അദ്ദേഹം നാട്ടിലെത്തുക എന്നത് ഒരു ആവശ്യമാണ്. ആ നിലയ്ക്കുള്ള ശ്രമങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുരോഗതിയുണ്ടോ? അദ്ദേഹം ഇന്നലെ തന്നെ ഇവിടേക്ക് എത്താൻ, അതായത് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഇവിടേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് ആദ്യം നടത്തിയത്. പക്ഷെ അത് ഫലം കണ്ടില്ല. പിന്നീട് അദ്ദേഹത്തിന് അവിടെ ഈ വിസ ലഭിക്കാത്ത, അല്ലെങ്കിൽ അവിടെ ഈ അതിന് ലൈസൻസ് ലഭിക്കാത്ത ചില നിയമപരമായ പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം വിദേശത്തെ സൗദിയിൽ കുടുങ്ങിക്കിടക്കുന്നതും. അവിടെ നിന്ന് ഇവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ വിവിധ മലയാളി സംഘടനകളുടെ നേതൃത്വത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വൈകാതെ തന്നെ ഫലം കാണുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ബന്ധുക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊരു വലിയ ദുരന്തത്തിന്റെ ആഘാതം ആ ബന്ധുക്കളെയും കുടുംബാംഗങ്ങളെയുമൊക്കെ വലിയ തരത്തിൽ തന്നെ ബാധിച്ചിരിക്കുകയാണ്. അതിനോട് എങ്ങനെ പൊരുത്തപ്പെടും വിദേശത്ത് കഴിയുന്ന ഈ പിതാവ് എന്ന് ആർക്കും അറിയില്ല. അദ്ദേഹത്തെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്നറിയാതെ വിഷമിക്കുകയാണ് ബന്ധുക്കളും. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് വെഞ്ഞാറമൂട് 23 വയസ്സുള്ള അഫാൻ എന്ന ചെറുപ്പക്കാരൻ എന്തിനാണ് ഈ കൂട്ടക്കൊല നടത്തിയത്, ഏത് മാനസികാവസ്ഥയിലാണ് ഇത്തരമൊരു ക്രൂര കൃത്യങ്ങളുടെ പരമ്പര ഇയാൾ നടത്തിയത് എന്നതാണ് ഇപ്പോഴും പോലീസിനെ കുരുക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിലേക്കുള്ള അന്വേഷണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നിർണായകമായ വിവരങ്ങൾ നൽകേണ്ട ഉമ്മ ഷെമി ഇപ്പോഴും പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് മടങ്ങിയിട്ടില്ല. പക്ഷേ അവരുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. പിതാവ് റഹീമിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും തുടരുന്നുണ്ട്. ഡാൻ കുര്യനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കൊടും ക്രൂര കൊലപാതകത്തിന് 23-കാരനായ അഫാനെ പ്രേരിപ്പിച്ച മനോനില എന്താകും? കൊന്നതും കൊല്ലാൻ ശ്രമിച്ചതും ഉറ്റ ബന്ധുക്കളെയാണ് എന്നതിനപ്പുറം ചുറ്റുക കൊണ്ട് തലക്കടിച്ച് ഇരകളെ ഓരോരുത്തരെയായി പീഡിപ്പിച്ചു കൊല്ലുന്ന ഒരു രീതിയാണ് അഫാൻ സ്വീകരിച്ചത്. അതാണ് ഏറെ നമ്മെ ഭയപ്പെടുത്തുന്നത്. കൊന്നതും കൊല്ലാൻ ശ്രമിച്ചതും ഉമ്മയെയും അനിയനെയും ഉമ്മുമ്മയും പ്രിയ കൂട്ടുകാരി അടക്കം അഫാന് ഏറ്റവും പ്രിയപ്പെട്ടവരെ കൊലയ്ക്ക് കണ്ടെത്തിയ വഴിയാണ് അതിലും ക്രൂരം.
ചിറ്റിയിൽ വെച്ച് എന്തോ നല്ല ഇത് വെച്ച് അടിച്ചിട്ടുണ്ട്. കാരണം മുഖത്ത് നല്ലൊരു കുഴിയുണ്ട് എല്ലാവരുടെ. മറ്റേ പയ്യന്റെ കണ്ണ്, ഒരു കണ്ണില്ല, ഒരു കണ്ണ് മാത്രം നല്ല തുറന്നിരിപ്പുണ്ട്, ഒരു കണ്ണ് ഫുൾ അങ്ങ് അകത്തു പോയി. സാമ്പത്തികവും വൈകാരികവുമായ കാരണങ്ങളാൽ ഉറ്റവരെ കൊല്ലുന്ന സംഭവങ്ങളിൽ സാധാരണ ഇത്ര അതിക്രൂരമായ കൊലപാതക രീതി അപൂർവമാണ്. കൂട്ട ആത്മഹത്യയും പ്രിയപ്പെട്ടവരെ കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഇരയെ അതിക്രൂരമായി പീഡിപ്പിക്കുന്ന കൊലപാതക രീതി സാധാരണമല്ല. എന്നാൽ ഇവിടെ ഇരകളെ പരമാവധി പീഡിപ്പിച്ചുകൊള്ളുന്ന രീതിയാണ് അഫാൻ സ്വീകരിച്ചത്. ഇരകൾ പിടഞ്ഞു മരിക്കുന്നത് കാണുന്നതിൽ ഉന്മാദം കണ്ടെത്തുന്ന മനോനിലയുള്ള കൊടും കുറ്റവാളികളുണ്ട്. സമാന മാനസികാവസ്ഥയിലാണ് അഫാനുമെന്ന് വേണം കരുതാൻ. തലക്കടിച്ച് രക്തവും മാംസവും തെറിച്ച് ഇര മരണവെപ്രാളത്തിൽ പിടഞ്ഞു മരിക്കുമ്പോഴും അത് കണ്ട് ആസ്വദിച്ച് വീണ്ടും അടുത്ത സ്ഥലത്തെത്തി മറ്റുള്ളവരെ സമാനമായ രീതിയിൽ കൊല്ലുന്നു. ആദ്യ കൊല നടത്തിയ രാവിലെ 10 മണി മുതൽ അവസാന കൊല നടത്തിയ വൈകുന്നേരം 4:30 വരെ ഈ മാനസിക നിലയിൽ തന്നെ തുടർന്നു എന്നതും പ്രധാനമാണ്. ഇത്തരമൊരു മാനസിക നിലയിലേക്ക് അഫാൻ എന്ന ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത 23-കാരനെ എത്തിച്ച കാരണങ്ങളാണ് പോലീസ് തേടുന്നത്. പോലീസ് കാണുന്ന സാധ്യതകൾ ഇവയാണ്. 1. രാസലഹരിയുടെ ഉപയോഗത്താൽ സൃഷ്ടിക്കപ്പെട്ട പ്രത്യേക മാനസിക നില. 2. രക്തവും മാംസവും തെറിപ്പിച്ച് ഇരയുടെ മരണവെപ്രാളം കണ്ട് ആസ്വദിച്ച് കൊല നടത്തുന്ന പ്രത്യേക മനോനില. 3. നേരത്തെ ഉള്ളിലുണ്ടായിരുന്ന മനോനില മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെ പുറത്തു വന്നത്. സാമ്പത്തിക വിഷയങ്ങളും പെൺസുഹൃത്തിനെ വീട്ടിൽ കൊണ്ടുവന്നതിനെ എതിർത്തതുമൊക്കെ ഈ മനോനിലയിലേക്ക് സാധൂകരണം കണ്ടെത്താനായി പ്രതി സ്വയം കണ്ടെത്തിയ കാരണങ്ങൾ മാത്രമാകാം. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാനും മാനസിക നില പരിശോധിക്കാനും കഴിഞ്ഞെങ്കിലേ ഇത്തരം ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കണ്ടെത്താനാകൂ. ക്രൈം ബ്യൂറോ, ന്യൂസ് 18. നാടിന് നടുക്കിയ കൊടും ക്രൂരത ചെയ്ത അഫാൻ ലഹരിക്ക് അടിമയാണെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. കൊടും കുറ്റവാളികളുടെ മനസ്സുമായി ഉറ്റവരെ ഉൾപ്പെടെ കൊന്നുതള്ളിയ അഫാന്റെ ലഹരി ബന്ധങ്ങൾ തേടുകയാണിപ്പോൾ പോലീസ്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച കൊലപാതക പരമ്പര നീണ്ടുനിന്നത് വൈകിട്ട് 5 മണിവരെ. പ്രിയപ്പെട്ടവളെയും ഉറ്റവരെയും കൊന്നുതള്ളിയ അഫാന്റെ മനോനിലയ്ക്ക് പിന്നിൽ അമിതമായ ലഹരി ഉപയോഗം തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കൊടും കുറ്റവാളികളെ പോലും വെല്ലുന്ന തരത്തിലുള്ള ആസൂത്രണം. കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലായ കുടുംബത്തിൽ നിന്നും ലഹരിക്കുള്ള പണം ലഭിക്കാതെ വന്നു. ഇതോടെ പണം കണ്ടെത്താൻ മറ്റു വഴികൾ തേടി. പെൺസുഹൃത്തിൽ നിന്നും പലകുറി പണം കൈപ്പറ്റി. സ്വർണ്ണാഭരണങ്ങളും ഫർസാനയിൽ നിന്ന് വാങ്ങി. മറ്റു പലരിൽ നിന്നും സാമ്പത്തിക സഹായങ്ങൾ വാങ്ങിക്കൂട്ടി. അങ്ങനെ ആഡംബര ജീവിതം. ഈ ബാധ്യതകൾ തിരിച്ചടയ്ക്കാനാവില്ലെന്ന ഘട്ടത്തിൽ വീട്ടിൽ നിരന്തരം പണം ആവശ്യപ്പെട്ട് തർക്കമുണ്ടാകുന്നു. പണം നൽകാനാകില്ലെന്ന ഉമ്മയുടെ പ്രതികരണത്തിൽ പ്രകോപിതനായ അഫാൻ പിന്നീട് നടത്തിയത് മൃഗീയമായ കൊലപാതകങ്ങൾ. അത് സയന്റിഫിക് എവിഡൻസിന് ശേഷം മാത്രമേ നമുക്ക് എന്താണ് ലഹരി അതിനെക്കുറിച്ചൊക്കെ പറയാൻ പറ്റും. കഴിഞ്ഞ ഒരു മാസമായി താൻ നിരന്തരമായി മദ്യപിക്കാറുണ്ടായിരുന്നുവെന്നും മറ്റ് ലഹരി ഉപയോഗം ഇല്ലെന്നുമായിരുന്നു അഫാന്റെ മൊഴി. ഇതോടെ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ അഫാൻ ലഹരി ഉപയോഗിച്ചതായി കണ്ടെത്തി. ഏതുതരം ലഹരിയാണ് ഉപയോഗിച്ചതെന്ന് തുടർ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാകൂ. ഒപ്പം ആരാണ് അഫാന് ലഹരി പദാർത്ഥങ്ങൾ നൽകുന്നത്, എങ്ങനെയാണ് ഇവ ലഭ്യമാകുന്നത്, അഫാനൊപ്പം മറ്റാരൊക്കെ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കഴിഞ്ഞ 72 മണിക്കൂറോളമായി പോലീസിന്റെ നിരീക്ഷണത്തിലാണ് അഫാൻ ഉള്ളത്. ഇയാൾ നൽകുന്ന മൊഴിയൊന്നും പോലീസ് എന്തായാലും മുഖവിലേക്ക് എടുത്തിട്ടില്ല. പക്ഷേ ഇതിൽ കൃത്യമായി എന്ത് സംഭവിച്ചു എന്ന് അറിയുകയും വേണം. അതുകൊണ്ട് തന്നെ വിശദമായി തന്നെ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് പോലീസ്. നമുക്ക് ഈ വാർത്തയുടെ അപ്ഡേറ്റ്സിലേക്ക് പിന്നീട് തിരിച്ചെത്താം. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. കണ്ണൂർ ആറളത്ത് കഴിഞ്ഞ ദിവസവും ആദിവാസി ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കൊന്ന സ്ഥലമാണ് ആറളം ഫാം. അവിടെ തമ്പടിച്ച കാട്ടാനകളെ തുരത്താനുള്ള ദൗത്യം ഇന്ന് തുടങ്ങും. 50ഓളം കാട്ടാനകളാണ് പ്രദേശത്ത് തമ്പടിച്ചിട്ടുള്ളത്. വനം വകുപ്പിന്റെ 2 സംഘങ്ങളാണ് ദൗത്യം നടത്തുക. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, ഈ ആറളം ഫാമിലെ കാട്ടാന ശല്യം അതീവ ദുരിതകരമായ ഒരു അവസ്ഥയിലേക്കാണ് അവിടുത്തെ ആദിവാസികളെ, അവിടെ പുനരധിവസിപ്പിച്ച ആദിവാസികളെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏത് രീതിയിൽ ഈ ദൗത്യം നടത്താനാണ് വനം വകുപ്പ് ആലോചിക്കുന്നത്? തീർച്ചയായും ശ്രീജ, ഓപ്പറേഷൻ എലിഫന്റ് ദൗത്യം എന്ന പേരിട്ട ഈ ദൗത്യം ഇപ്പോൾ ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വെള്ളിയുടെയും ലീലയുടെയും ആ പ്രദേശം, അതായത് ബ്ലോക്ക് 13 ആദിവാസി പുനരധിവാസ മേഖലയായ ബ്ലോക്ക് 13 ജനവാസ കേന്ദ്രങ്ങളിൽ തമ്പടിച്ച് നിൽക്കുന്ന ആനകളെ തുരത്തുന്ന നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതിനായി 100ഓളം വനപാലകരെ
ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. ഉത്തരമേഖല CCFിനാണ് ഇതിന്റെ ചുമതലയുള്ളത്. ഉടൻ തന്നെ സോളാർ ഹാങ്ങിങ് ഫെൻസിംഗിന്റെ സ്ഥാപിക്കാനുള്ള നടപടികളും ആരംഭിക്കും. പ്രധാനമായും മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ഈ തടസ്സങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നീക്കിയിരുന്നു. അതോടുകൂടിയാണ് ഈ സോളാർ ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള നടപടി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ മരം മുറിക്കാനുള്ള നടപടി ഇന്നു മുതൽ തന്നെ ആരംഭിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത്. ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടുകൂടി നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ തടയുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം സർവകക്ഷി യോഗം വിളിക്കുകയും വനം മന്ത്രി തന്നെ നേരിട്ട് ഈ സ്ഥലത്ത് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ നേരത്തെ ഈ ആനമതിൽ നിർമ്മാണമാണ് പ്രധാനമായും ഒരു ആവശ്യം ഉന്നയിച്ചത്. അത് ഈ അടുത്ത മാസത്തോടു കൂടി തന്നെ ആരംഭിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനായുള്ള ടെൻഡർ നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതിന് പുറമെ ഈ കൊല്ലപ്പെട്ട കുടവയുടെ മക്കൾക്ക് സർക്കാർ ജോലി നൽകുമെന്ന ഒരു വാഗ്ദാനവും നൽകിയിട്ടുണ്ട്. എന്തായാലും AI സംവിധാനമൊക്കെ ഉപയോഗിച്ച് ഇത്തരത്തിൽ കാട്ടാനകൾ ഈ പ്രദേശം എത്താത്ത രീതിയിലുള്ള മാർഗങ്ങളാണ് ഇപ്പോൾ വനംവകുപ്പ് ആലോചിക്കുന്നത്. എന്നാൽ ഇന്നു മുതൽ ഇതിന്റെ പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നു. വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. അത് മാത്രമല്ല, ഈ പ്രവൃത്തി ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്തെത്തും എന്ന് ഇവർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്തായാലും അടിക്കാട് വെട്ടുന്ന നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും തിരുവനന്തപുരത്ത് ജനപ്രതിനിധികൾ പങ്കെടുപ്പിച്ച് അവലോകന യോഗം ചേരുന്നുണ്ട്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാകും. എന്തായാലും ആറളം ഫാമിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ 20ഓളം പേരാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായി തന്നെയാണ് സർക്കാരും ഈ വിഷയം ഏറ്റെടുത്തിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ ഇനിയൊരു പ്രതിഷേധമുണ്ടായാൽ അത് വലിയ തോതിൽ സർക്കാരിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കും. ഇതിനിടയിൽ തന്നെ സണ്ണി ജോസഫ് MLA ഈ കാട്ടാന ആക്രമണത്തിന് ശാശ്വതമായ പരിഹാരം ആവശ്യപ്പെട്ട് ഉപവാസം നടത്തുന്നുണ്ട്. ഏകദിന ഉപവാസം നടത്തുന്നുണ്ട്. ആ ഉപവാസം ഇപ്പോൾ ആറളത്ത് ആരംഭിച്ചിട്ടുണ്ട്. ബൈജു, ഈ കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നപ്പോഴും അവിടെ പറയുന്നത് അവിടെ മതിൽ നിർമ്മിക്കാനുള്ള ശ്രമങ്ങളൊക്കെ പാതി വഴിയിലാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വനം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില അസാധാരണ പ്രതികരണങ്ങൾ നമ്മുടെ ന്യൂസ് 18 തന്നെയാണ് പുറത്തു വന്നത്. അത് വനമേഖലയിലേക്ക് പോകുന്നതാണ് പ്രശ്നം, അല്ലെങ്കിൽ മുന്നറിയിപ്പ് അവഗണിക്കുന്നതാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അവിടെ വൻതോതിൽ ആനകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പല ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി കൂടി മാറുന്നില്ലേ? തീർച്ചയായും വനംവകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കി. ഈ പ്രസ്താവന തന്നെയാണ് ജനങ്ങളിലെ ഒരു കൂടുതൽ പ്രതിഷേധത്തിനും വഴിവെച്ചത്. ഇതിൽ KPCC പ്രസിഡന്റിനെയും അതുപോലെ തന്നെ MV ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലും തടയുന്ന രീതിയിൽ, അതായത് പോലീസിനോ ഏതെങ്കിലും തരത്തിൽ വനപാലകർക്കോ ഇവരെ തടയാൻ പോലും സാധിക്കാത്ത രീതിയിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ഏറ്റവും ഒടുവിലായി ഈ ആനമതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് മന്ത്രി തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഏതായാലും ശ്രീജി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രധാനമാണ്, ഈ മേഖലകളിൽ 50ഓളം ആനകൾ തമ്പടിച്ച് നിൽക്കുന്നുണ്ടെന്ന് വനം വകുപ്പ് തന്നെ പറയുന്നു. ഏത് സമയത്തും ആ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുന്ന ഭീതിയുടെ ഒരു സമൂഹം കഴിഞ്ഞു. ഇത് വലിയൊരു പുനരധിവാസ മേഖലയാണ്. ഇവിടെ 3000-ലധികം ഏക്കറിൽ 2000-ഓളം ആദിവാസികളെ പുനരധിവസിച്ച ഒരു പ്രദേശമാണ്. ഏത് സമയത്തും കാട്ടാന എത്തുമെന്ന ഒരു പ്രതീതി. മാത്രമല്ല, ഈ പ്രദേശവാസികളൊക്കെ ഈ കാര്യവും വ്യക്തമാക്കുന്നുണ്ട്. അതായത് കുട്ടികൾക്ക് സ്കൂളിൽ പോലും പോകാൻ കഴിയാത്ത അവസ്ഥ. സാധാരണ പാവപ്പെട്ടവർ കുടിൽ കെട്ടിയൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത്. ഇവരുടെ ഉപജീവന മാർഗം തന്നെ ഈ കശുവണ്ടി സീസൺ ആയതുകൊണ്ട് തന്നെ കശുവണ്ടി പെറുക്കിയൊക്കെയാണ് ഇവർ ഈ ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. അതിനിടയിലാണ് ഈ വെള്ളിയും അതുപോലെ തന്നെ ലീലിയും കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിദാരുണമായാണ് കാട്ടാന ആക്രമണത്തിൽ ഇവർ കൊല്ലപ്പെട്ടത്. അത് തന്നെയാണ് വലിയ പ്രതിഷേധം വരുന്നത്. ആ മൃതദേഹങ്ങൾ അവിടുന്ന് കൊണ്ടുപോകാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ആംബുലൻസ് തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏറെ പണിപ്പെട്ടാണ് ഇവരെ ഇത്തരത്തിൽ ചർച്ചയിലൂടെ ഇത് പരിഹാരമുണ്ടാക്കിയത്. മന്ത്രി നേരിട്ടെത്തണമെന്ന ഒരു ആവശ്യം ഉന്നയിച്ചു. അതോടുകൂടി വനം മന്ത്രി സ്ഥലത്തെത്തുകയും ഈ കാര്യങ്ങൾ ഇതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, മാത്രമല്ല അടിക്കാട് വെട്ടാൻ ഇതര സംസ്ഥാന തൊഴിലാളി ഏൽപ്പിച്ച നടപടി അത് സംബന്ധിച്ച അന്വേഷണം ആരംഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇത്തരം അന്വേഷണമൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതല്ല, ഈ കാട്ടാനകളെ പൂർണ്ണമായും ഇവിടെ നിന്നും തുരത്തണം എന്നൊരു ആവശ്യമാണുള്ളത്. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. 100ഓളം വനപാലകരെയാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത്. ഈ പൂർണ്ണമായും ഈ കാട്ടാനകളെ ഇവിടെ നിന്നും തുരത്തുന്ന നടപടി ആദ്യഘട്ടത്തിൽ ഉണ്ടാകും. കാടുകൾ വെട്ടുന്ന നടപടികൾ ഇന്ന് തന്നെ ആരംഭിക്കും.
11 കിലോമീറ്ററിലാണ് ഈ ആനമതിൽ നിർമ്മാണം പറഞ്ഞിട്ടുള്ളത്. അതിൽ 4 കിലോമീറ്റർ മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. അതായത് 2020 പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് ഇത്രയും വർഷമായിട്ടും ഇഴഞ്ഞു നീങ്ങുന്നത്. അത് തന്നെയാണ് ഇവിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ ഈ ജീവൻ പൊലിയാനുള്ള ഒരു പ്രധാന കാരണം. ഈ ആനമതിൽ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഇത്തരമൊരു സംഭവം, ദാരുണമായ ഒരു സംഭവം ഉണ്ടാകില്ലായിരുന്നു എന്ന് തന്നെയാണ് പ്രദേശവാസികളും പറയുന്നത്. എന്തായാലും വലിയ ഭീതിയോടെ ഇപ്പോഴും ഇവിടെ ഈ ആളുകൾ കഴിയുന്നുണ്ട്. ഈ താൽക്കാലിക ആശ്വാസം എന്ന് പറയുന്നത് ഈ നടപടികൾ ആരംഭിച്ചു എന്നതാണ്. RRTയുടെ പ്രത്യേക 3 സംഘങ്ങൾ ഇവിടെ ഉണ്ട്. അതിന് പുറമെയാണ് മറ്റ് ജില്ലകളിൽ നിന്നുള്ള വനപാലകരെയൊക്കെ നിയോഗിച്ചുകൊണ്ടുള്ള ഇപ്പോൾ ഈ പ്രവർത്തികൾ ആരംഭിച്ചിരിക്കുന്നത്. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ആറളം ഫാമിന് സമീപത്ത് തമ്പടിച്ചിട്ടുള്ള 50ഓളം കാട്ടാനകളെ തുരത്താനുള്ള ശ്രമങ്ങളാണ് ഇന്ന് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത്. പത്തനംതിട്ട മെഴുവേലി ഗ്രാമപഞ്ചായത്തിൽ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കാട്ടുപന്നി വേട്ടയ്ക്ക് തുടക്കമായി. പന്തളം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും മെഴുവേലി പഞ്ചായത്തിന്റെയും പിന്തുണയോടെയാണ് കാട്ടുപന്നികളെ വേട്ടയാടുന്നത് ആരംഭിച്ചത്. വരും ദിവസങ്ങളിൽ സമീപ പഞ്ചായത്തുകളിൽ കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ കൊന്നൊടുക്കാനാണ് തീരുമാനം. കാട്ടുപന്നികളുടെ ശല്യം കാരണം കൃഷിനാശം സംഭവിച്ച കർഷകരുടെ പരാതിയെ തുടർന്നാണ് കാട്ടുപന്നികളെ കൊന്നൊടുക്കാൻ മെഴുവേലി പഞ്ചായത്ത് തീരുമാനമെടുത്തത്. വനമേഖലയിൽ നിന്നും ഏറെ ദൂരെയുള്ള മെഴുവേലി പഞ്ചായത്തിലെ നഗരപ്രദേശങ്ങളിൽ പകൽ സമയത്തും കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെയാണ് നടപടിയുമായി കർഷക സംഘം രംഗത്തെത്തിയത്. കാർഷിക വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ കൊന്നൊടുക്കാനുള്ള കർഷകരുടെ പരിശ്രമം ഒടുവിൽ വിജയിച്ചു. ഇത് മെഴുവേലി ഗ്രാമപഞ്ചായത്തിലെ 1ാം വാർഡിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. ഏറ്റവും പന്നിശല്യമുള്ള പന്നികൾ പകൽ സമയത്ത് പോലും കിടക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഈ ഒരു ഉദ്യമത്തിന് തുടക്കം കുറിച്ചത്. ഇനി എല്ലാ വാർഡുകളിലേക്കും ഇങ്ങനെ ഒരു പന്നിവേട്ട ജനകീയ നേതൃത്വത്തിൽ നടത്തും. അത് മാത്രമേ നമുക്ക് മുന്നിൽ ഇനി ഒരു പോംവഴിയായിട്ടുള്ളൂ. പന്നികളെ വെടിവെക്കാൻ പരിചയമുള്ള ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ കൃഷിയിടങ്ങളിൽ തിരച്ചിൽ നടത്തിയാണ് കാട്ടുപന്നികളെ കൊല്ലുന്നത്. മെഴുവേലി പഞ്ചായത്തിൽ വരും ദിവസങ്ങളിൽ എല്ലാ വാർഡുകളിലും ജനകീയ തിരച്ചിൽ നടത്താനാണ് കർഷക സംഘത്തിന്റെ തീരുമാനം. കാട്ടുപന്നി പ്രശ്നം പരിഹരിക്കുന്നതിനായി കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ മാറ്റം വരുത്തണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 പത്തനംതിട്ട. പാതിവില തട്ടിപ്പ് കേസിൽ അനന്തു കൃഷ്ണന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നീക്കവുമായി ക്രൈംബ്രാഞ്ച്. ഇതിനു മുന്നോടിയായി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ക്രൈംബ്രാഞ്ച് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയ അനന്തു കൃഷ്ണനെ ഇപ്പോൾ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാണ് ചോദ്യം ചെയ്യുന്നത്. 31,000 പേർക്ക് സ്കൂട്ടർ നൽകാനുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. 230 കോടി രൂപയുടെ ബാധ്യതയാണ് നിലവിൽ അനന്തുകൃഷ്ണനുള്ളത്. ലഭിച്ച പണത്തിൽ 60 കോടിയോളം രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഫ്ളാറ്റുകളുടെ വാടകയും ജീവനക്കാരുടെ ശമ്പളവും പരിപാടിയുടെ പ്രചാരണങ്ങളുമെല്ലാം ഇതിൽ ഉൾപ്പെടും. അനന്തുകൃഷ്ണനുമായി ബന്ധപ്പെട്ട പണമിടപാടുകളിൽ സംശയങ്ങൾ നിലനിൽക്കുന്നതിനാലാണ് വീണ്ടും ഇയാളെ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. 2 ദിവസത്തേക്കാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി കസ്റ്റഡിയിൽ വിട്ടത്. അനന്തുകൃഷ്ണനെ ഒരുമിച്ചിരുത്തിയാണ് ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കുന്നത്. 2 വർഷത്തിനിടെ 10,000-ൽ പരം ഇടപാടുകൾ വിവിധ അക്കൗണ്ടുകളിലൂടെ ഇയാൾ നടത്തിയിട്ടുണ്ട്. പദ്ധതിയുമായി ബന്ധപ്പെട്ട സ്വീഡ് സൊസൈറ്റി ഭാരവാഹികളെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. ഇവരുടെ ബാങ്ക് ഇടപാട് രേഖകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അനന്തുകൃഷ്ണന്റെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി ഇതിനുള്ള റിപ്പോർട്ട് മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും ക്രൈംബ്രാഞ്ച് നൽകി. ന്യൂസ് 18 കൊച്ചി. നിലമ്പൂർ ചുങ്കത്തറ പഞ്ചായത്തിന് പിന്നാലെ കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ശക്തി അറിയിക്കാൻ PV അൻവർ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി കൂടുതൽ പഞ്ചായത്തുകളിൽ ഭരണമാറ്റം ഉണ്ടാക്കാനാണ് അൻവറിന്റെ ശ്രമം. സംസ്ഥാനത്തെ കൂടുതൽ ഇടങ്ങളിൽ നിന്ന് LDFന്റെ നേതാക്കളെ തങ്ങൾക്കൊപ്പം എത്തിക്കുമെന്നാണ് അൻവറിന്റെ പ്രഖ്യാപനം. ഇന്ന് രാവിലെ 11-ന് കോട്ടയത്ത് അൻവർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. CV അനുമോദ് മലപ്പുറത്തു നിന്നും, G ശ്രീജിത്ത് കോട്ടയത്ത് നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം അനുമോദിലേക്ക്. അനുമോദ്, ഗുഡ് മോർണിംഗ്. ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം അൻവർ സ്ട്രൈക്സ് ബാക്ക് എന്നൊക്കെ പറയുന്നത് പോലെ അൻവർ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ വലിയ രീതിയിൽ ഒരു വിപ്ലവമൊന്നും സൃഷ്ടിക്കാൻ കഴിയില്ലെങ്കിലും ചെറുതായി അലയൊലികൾ ഉണ്ടാക്കാൻ കഴിയും എന്നതാണ് അൻവറിന്റെ ആത്മവിശ്വാസം. അതിന്റെ ആദ്യത്തെ ഒരു പടി ചുങ്കത്തറയിൽ കാണിക്കുകയും ചെയ്തു. ഇനി എന്താണ് അൻവറിന്റെ പ്ലാൻ? ഗുഡ് മോർണിംഗ് ശ്രീജ. PV അൻവറിനെ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായതിനു ശേഷം തന്റെ ശക്തി നിലമ്പൂരിൽ തെളിയിക്കേണ്ടതായ ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിനു മുൻപൊക്കെ അദ്ദേഹം പലപ്പോഴും പ്രസ്താവനകൾ നടത്തുമ്പോഴും CPM അതിനെ ഒന്നും മുഖവിലേക്കെടുക്കാതെ
ആരും ഈ പാർട്ടിയിൽ നിന്നും ഈ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ളവരിൽ നിന്നും ആരുടെയും പിന്തുണ അൻവറിന് കിട്ടില്ല എന്ന തരത്തിലായിരുന്നു CPM-ന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ. പക്ഷേ നിലമ്പൂരിൽ തന്നെ ഒരു പഞ്ചായത്തിലെ ഭരണം അവസാന കാലഘട്ടത്തിൽ UDF-ന് അനുകൂലമാക്കാൻ അൻവറിന് സാധിച്ചു എന്നത് അൻവറിനെ സംബന്ധിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് വലിയ ഒരു നേട്ടമായിട്ട് അവകാശപ്പെടാൻ കഴിയുന്നതാണ്. ഇതിനു പുറമെ കരുളായിലും അമരമ്പലത്തിലും ഒക്കെ തനിക്ക് സ്വാധീനമുണ്ടെന്നും അവിടെയൊക്കെ ആവശ്യമായ രീതിയിൽ നടപടികൾ സ്വീകരിച്ച് UDF-നെ ഭരണത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം താൻ ഒരുക്കുമെന്നുമാണ് അൻവർ പറഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും അൻവറിന്റെ ഈ ഒരു നിലപാട് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ തലവേദന ഈ ഒരു ഘട്ടത്തിൽ തീർക്കുന്നതാണെന്ന് പറയാതെ. കാരണം പലപ്പോഴും ചെറിയ ഭൂരിപക്ഷത്തിലൊക്കെയാണ് ഈ മേഖലകളിലൊക്കെ പഞ്ചായത്തുകളൊക്കെ നിലനിൽക്കുന്നത്. മാത്രമല്ല അവിടെയൊക്കെ അൻവറിന് ന്യായമായ സ്വാധീനം അൻവർ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തായിരുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഇതുവരെ അൻവറിന്റെ ഒപ്പം പരസ്യമായി ആളുകൾ നിൽക്കാത്തതിന്റെ ഒരു കാരണം അൻവറിന്റെ ഇടതുപക്ഷത്തു നിന്ന് പോയ അൻവർ എത്രമാത്രം ശക്തനാണ്, എത്രമാത്രം കരുത്തുണ്ട് എന്നൊന്നും ആർക്കും തെളിയിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവിടെയാണ് ചുങ്കത്തറയിലെ ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് UDF-ന്റെ ഭരണം മാറ്റി അൻവർ തൻ്റെ കരുത്ത് നഷ്ടമായിട്ടില്ല എന്ന് തെളിയിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഇതുപോലെ പലയിടങ്ങളിലും തനിക്ക് UDF-ന് അനുകൂലമായ സാഹചര്യങ്ങൾ തീർക്കാനാകുമെന്ന ഒരു സന്ദേശമാണ് അൻവർ ഈ പ്രവൃത്തിയിലൂടെയൊക്കെ നൽകുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ കണ്ട അൻവർ അല്ല ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത്. അൻവറിൻ്റെ എല്ലാ പ്രവൃത്തിയിലും ആ മാറ്റം കൃത്യമായിട്ട് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. താൻ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നു എന്ന ഒരു പ്രതീക്ഷ അൻവറും വെച്ചു പുലർത്തുന്നുണ്ട്. UDF-നാണെങ്കിലും അൻവറിനെ എഴുതിത്തള്ളുക, ഒഴിവാക്കി മുന്നോട്ട് പോവുക എന്നുള്ളത് അത്ര എളുപ്പമാകില്ല. കാരണം ഇന്നലെ തന്നെ ആര്യടൻ ഷൗക്കത്തും VS ജോയിയൊക്കെ പറഞ്ഞത് അൻവറിനെ രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ സംരക്ഷിക്കുമെന്നാണ്. അതായത് UDF-ന് നിലമ്പൂരിൽ തിരിച്ചു കൊണ്ടുവരാൻ അൻവറിനെ കൊണ്ട് സാധിക്കുമെങ്കിൽ അൻവറിനെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് DCC പ്രസിഡന്റും ഒരു കാലത്ത് അൻവറിനെതിരെ ഏറ്റവും അധികം പ്രസ്താവന നടത്തിയും പോരടിക്കുന്നത് ആര്യടൻ ഷൗക്കത്തും തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അൻവറിന് കിട്ടുന്ന ഈ ഘട്ടത്തിൽ കിട്ടുന്ന ഒരു അംഗീകാരം തന്നെയാണ്. UDF-ലേക്കുള്ള പ്രവേശനം അത് കുറെ കൂടി എളുപ്പമാക്കാൻ ഈ സാഹചര്യങ്ങളൊക്കെ സഹായിക്കുമെന്നൊരു വിലയിരുത്തൽ തന്നെയാണ് അൻവറിനുള്ളത്. ഇന്ന് അദ്ദേഹം കോട്ടയത്ത് വാർത്താസമ്മേളനം നിശ്ചയിച്ചിട്ടുണ്ട്. കോട്ടയത്ത് നിന്ന് ചില പ്രമുഖ നേതാക്കൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നാണെന്ന് കരുതുന്നു. അദ്ദേഹത്തിനൊപ്പം ചേരാൻ തയ്യാറായി എന്നൊരു അവകാശവാദമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നില്ല. എന്നാണെങ്കിലും അൻവറിനെ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളുടെ സന്ദർശനത്തിന് ശേഷം കുറെ കൂടി സാഹചര്യങ്ങൾ അനുകൂലമാവുന്ന തരത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടത്. കുറെ കൂടി ജനകീയത, ജനപിന്തുണ അൻവറിന് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ശരി, ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, ഇന്ന് കോട്ടയത്താണ് അൻവർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. അതായത് ഇന്ന് കോട്ടയത്ത് ഒരു അൻവർ ഷോ നമുക്ക് കാണാൻ കഴിയുമെന്ന് ഉറപ്പാണ്. പക്ഷേ ഈ PV അൻവർ പറയുന്ന കോട്ടയത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് ആരാണ്, എന്താണ്? കോട്ടയത്തെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ അങ്ങനെ ഒരു ചർച്ച സജീവമാണോ? ആരാണ് എന്നതിൻ്റെ സൂചനകൾ എന്തെങ്കിലും ഉണ്ടോ? അതോ അത് ഒരു പൂർണ്ണമായും സസ്പെൻസായി നിൽക്കുകയാണോ? തീർച്ചയായും പൂർണ്ണമായ ഒരു സസ്പെൻസായി നിൽക്കുന്നു. PV അൻവറിന് ഏറ്റവും അടുപ്പമുള്ള ആളുകളോട് പോലും അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. പലതരത്തിലുള്ള പേരുകളും പലതരത്തിലും ചർച്ചയാകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റു കൂടുതൽ വിവരങ്ങളൊന്നുമില്ല. എന്തായാലും നിലവിൽ രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ അംഗത്വമുള്ള ഏതെങ്കിലും ഒരാൾ പോകും എന്ന പ്രതീക്ഷ കോട്ടയത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവും പങ്കുവെക്കുന്നില്ല. അതേസമയം ഒരു പരിധിവരെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുമായി, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ നേതാക്കൾ എന്നാണ് സൂചനകൾ വരുന്നത്. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുമായി മാറി നിൽക്കുന്ന അങ്ങനെ ഏതെങ്കിലും നേതാവ് ആയിരിക്കാം പോകുക എന്ന ചർച്ചകൾ മാത്രമാണ് കോട്ടയത്ത് ഉണ്ടാകുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷത്തെ ഏതെങ്കിലും നേതാക്കൾ അങ്ങനെ പോകും എന്നൊരു കരുതൽ ഇല്ല. മാത്രമല്ല ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഘടകകക്ഷി നേതാക്കൾ, ഇപ്പൊ കേരള കോൺഗ്രസ് എം പോലും ഫലത്തിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ഏതെങ്കിലും അവരുമായൊക്കെ ചേർന്ന് നിൽക്കുന്ന നേതാവാണോ എന്ന സംശയങ്ങൾ പോലും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും പക്ഷെ ഇത് PV അൻവർ ആരാണ് ഇതെന്ന ഒരു തരത്തിലുള്ള സൂചനകളും പുറത്ത് വിടുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. ഏത് പാർട്ടിയാണെന്നുള്ള സൂചന പോലും അങ്ങനെ. അതുകൊണ്ട് തന്നെ തീർച്ചയായും 11 കോട്ടയം പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. അതുവരെ അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നോടിയായി വരെ കാത്തിരിക്കേണ്ട സാഹചര്യമാണുള്ളത്.
ശരി ശ്രീജിത്ത്, 11 മണി വരെ നമുക്ക് കാക്കാം. സസ്പെൻസ് എങ്ങനെയാണ് അൻവർ പൊളിക്കുന്നത്, ആരാണ് അൻവർ പറയുന്ന ആ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് എന്നറിയാൻ നമുക്ക് 11 മണിക്ക് വരെ കാത്തു നിൽക്കാം. കോട്ടയത്തേക്ക് ഉറ്റുനോക്കാം. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഇന്നലെ ചുങ്കത്തറയിൽ വലിയ സംഭവ വികാസങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം കൊലവിളി പ്രസംഗവുമായി PV അൻവർ. തന്നോടും UDF പ്രവർത്തകരോടും ഭീഷണി വേണ്ടതും UDF പ്രവർത്തകർക്ക് നേരെയോ തനിക്ക് നേരെയോ ആളെ പറഞ്ഞയക്കുന്നവരുടെ വീട്ടിൽ കയറി തലയ്ക്കടിക്കുമെന്നുമാണ് അൻവർ പ്രസംഗിച്ചത്. ചുങ്കത്തറയിലെ പൊതുയോഗത്തിലായിരുന്നു ഭീഷണി. വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കും, തടിക്ക് ബോധമുണ്ടായിക്കൊള്ളണം, അതിനൊരു തർക്കമില്ല. അപ്പൊ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് എനിക്ക് ഇവരെ മദ്യം കൊടുത്തു വിട്ട നേതാക്കന്മാരോട് ഒരു ചെറിയ സൂചന, അഭ്യർത്ഥന പറയാണ്. ഞങ്ങൾ ഈ മദ്യം കൊടുത്തു വിട്ടും മയക്കുമരുന്ന് കൊടുത്തു വിട്ടും UDFന്റെ പ്രവർത്തകരെയും എന്റെ നെഞ്ചത്തേക്കും പറഞ്ഞു വിട്ടാൽ അവരതിന്റെ തൊഴിലാളികളാ, നമുക്കറിയാം. വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കും, തടിക്ക് ബോധമുണ്ടായിക്കൊള്ളണം, അതിനൊരു തർക്കമില്ല. നിങ്ങൾ ആക്രമിച്ച് ഒരുപാട് ആളുകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ. ഞങ്ങൾ തലക്ക് അടിക്കുള്ളൂ, മനസ്സിലായോ? ഇതിനു വേണ്ടി ഇവരെ പറഞ്ഞു വിടുന്ന തലകളുണ്ടല്ലോ, അത്ര മാത്രമേ എനിക്കതിനെ സൂചിപ്പിക്കാനുള്ളൂ. രാഷ്ട്രീയം ജനാധിപത്യപരമായി തങ്ങളുടെ ആശയം, തങ്ങളുടെ രാഷ്ട്രീയം പറയാനുള്ള അവകാശവും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഈ രീതിയിലാണ് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. അത്രമാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ. ഒളിച്ചു നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനല്ല ഞാൻ പഠിച്ചിട്ടുള്ളത്, അതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി CV അനുമോദ് ഒരിക്കൽ കൂടി ചേരുന്നു. അനുമോദ്, ഇന്നലെ ചുങ്കത്തറയിൽ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളുടെ ബാക്കിയാണ് ഈ ഭീഷണി പ്രസംഗം എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഇത്രയേറെ അൻവറിനെ പ്രകോപിപ്പിച്ചത്? എന്താണ് അതിന്റെ പശ്ചാത്തലം? ശ്രീജ, ഇന്നലെ ഇടക്കരയിലെ CPM നേതാക്കൾ നുസൈബയുടെ ഭർത്താവ് സുധീറിനെ ഫോണിൽ വിളിച്ച് ഭീഷണി സന്ദേശം അയച്ചു എന്നാണ് അൻവർ ആരോപിക്കുന്നത്. അൻവറിന്റെ കൂടെ നടന്നാൽ നിന്നെയും നിന്റെ കുടുംബത്തെയും ശരിയാക്കുമെന്ന് നുസൈബയുടെ ഭർത്താവ് സുധീറിനെ ഇടക്കര ഏരിയ സെക്രട്ടറി വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നാണ് അൻവർ പറയുന്നത്. ഈ വോയിസ് മെസ്സേജിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ അൻവറിന്റെ ഈ മറുപടി ഉണ്ടായിരിക്കുന്നത്. ഇത്തരം ഭീഷണി വേണ്ട, വീട്ടിൽ കയറി തലക്കടിക്കും, തനിക്കും UDF പ്രവർത്തകർക്കുമെതിരെ ഇങ്ങനെ ഭീഷണി ഉന്നയിക്കാൻ വേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അതിനെ അനുവദിക്കുകയില്ല എന്നുള്ള ശക്തമായ ഭാഷ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതുവരെ നമ്മൾ ഒരു 6 മാസം മുൻപ് വരെ UDF പ്രവർത്തകർക്കെതിരെ ഇത്തരത്തിൽ വലിയ ഭാഷയിൽ അല്ലെങ്കിൽ രൂക്ഷമായ ഭാഷയിൽ ഭീഷണിയൊക്കെ മുഴക്കിയ ആളാണ് ഇന്ന് UDF പ്രവർത്തകരുടെ കൂടെ നിന്ന് ഇടതുപക്ഷ പ്രവർത്തകർക്കെതിരെ ഇത്തരത്തിൽ ഭീഷണി സന്ദേശം മുഴക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഈ കഴിഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരാഴ്ച കൊണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളുടെ സന്ദർശനത്തിന് ശേഷം അൻവറിന്റെ ശരീരഭാഷയും അൻവറിന്റെ രാഷ്ട്രീയമായിട്ടുള്ള നീക്കങ്ങളും ഒക്കെ വളരെ വേഗത്തിലായിട്ടുണ്ട്, വളരെ മാറിയിട്ടുണ്ട്. അപ്പോൾ തനിക്ക് ഒപ്പം നിൽക്കുന്നവരെ താൻ ഏതറ്റം വരെ പോയിട്ടും സംരക്ഷിക്കുമെന്ന ഉറച്ച ഒരു സന്ദേശം കൊടുക്കുന്ന തരത്തിലൊരു നേതാവിന്റെ പ്രസംഗമായിട്ടാണ് അദ്ദേഹത്തിന് ഈ ഭീഷണി സന്ദേശത്തെ കാണേണ്ടത്. കാരണം മുൻപും അദ്ദേഹം ഭീഷണി സന്ദേശങ്ങളൊക്കെ മുഴക്കിയിട്ടുണ്ട്. അന്നൊക്കെ ഒരുപക്ഷെ ഈ എതിർവശത്ത് നിന്നിരുന്നത് UDF നേതാക്കളാണെങ്കിൽ ഇന്ന് LDF നേതാക്കൾക്കെതിരെയാണ്, CPM-നെതിരെയാണ് അദ്ദേഹത്തിന്റെ ഈ ശക്തമായ ഭാഷയിലുള്ള ഈ മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുന്നത്. എന്നാണെങ്കിലും ഇതിൽ എന്താണ് ഇടതുപക്ഷത്തിന്റെ പ്രതികരണം എന്ന് അറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ പരാതിയുമായി മുന്നോട്ട് പോകുമോ, അതോ സമാനമായ രീതിയിൽ ചുങ്കത്തറയിൽ ഇനിയും പരസ്പരം ഭീഷണി സന്ദേശവും നിലവിലുണ്ടായ സംഘർഷത്തിന്റെ ബാക്കിയൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അൻവർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൻ്റെ ഭാഗം അത് തനിക്കൊപ്പം ആളുണ്ട് എന്നും തൻ്റെ ഒപ്പം നിൽക്കുന്നവരെ താൻ സംരക്ഷിക്കുമെന്നും എന്നുള്ള സന്ദേശം നൽകുവാൻ വേണ്ട നടപടികൾ അൻവർ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അൻവറിനെ സംബന്ധിച്ച് ഇനിയുള്ള ദിവസങ്ങളിലെ
പ്രവർത്തനങ്ങൾ അത് വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വലിയ പ്രതിഫലനം ഉണ്ടാക്കാൻ സാധിക്കുന്നൊന്നാകണം എന്ന തീരുമാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ശക്തമായ ഭാഷയിലുള്ള പ്രതികരണങ്ങൾ അൻവറിൻ്റെ ഭാഷയിൽ നിന്ന് ഇനിയും ഉണ്ടാകുമെന്ന് തന്നെ വേണം കരുതുവാൻ. എങ്ങനെയായിരിക്കും ഇടതുപക്ഷം ഇതിനോട് പ്രതികരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി കണ്ടറിയേണ്ടത്. CV അനുമോദാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. തൃണമൂൽ ദേശീയ നേതാക്കൾ വന്നുപോയതോടെ കോൺഫിഡൻസ് കൂടുക മാത്രമല്ല, താൻ ഏതറ്റം വരെയും പോകും തനിക്കൊപ്പം നിൽക്കുന്നവർക്ക് എന്ന രീതിയിലൊരു സന്ദേശം നൽകുകയാണ്. അനുമോദ് സൂചിപ്പിച്ചതുപോലെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വരെ ഇടത് പക്ഷത്തെ നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെ കോരിത്തെറിപ്പിച്ചിരുന്ന ആ പ്രസംഗം തിരിച്ച് ഇപ്പോൾ അവർക്കെതിരെയാണ് എന്നത് മാത്രമാണ് വ്യത്യാസം. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം ഇതിനിടെ 17 ദിവസം പിന്നിടുകയാണ്. ഇന്ന് 17ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ആഴ്ച നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കാനിരിക്കെ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് സർക്കാരിന് മേൽ സമ്മർദ്ദമേറുകയാണ്. പ്രതിഷേധക്കാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് വീണ്ടും ചർച്ച നടത്തിയേക്കുമെന്ന സൂചനയുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഈ ആരോഗ്യമന്ത്രിയുടെ ചർച്ച സംബന്ധിച്ച സൂചനകൾ ഇതിനു മുമ്പ് പലതവണയായി വന്നിട്ടുണ്ട്. ഈ സമരത്തെ കൂടുതൽ അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ മുൻ ആരോഗ്യമന്ത്രി PK ശ്രീമതിയൊക്കെ BJPയുടെ കളിപ്പാവയായി മാറുകയാണ് ഇവരുടെ നേതാക്കൾ എന്ന രീതിയിലൊക്കെ പ്രസ്താവന നടത്തിയിരുന്നു. ഈ നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെ അത് വലിയ പ്രതിഷേധത്തിലേക്കും വലിയ പിന്തുണ കിട്ടുന്നതിലേക്കുമൊക്കെ പോവുകയും അത് തിരിച്ചടിയാവുകയും ചെയ്യും എന്നൊരു ധാരണയിലെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് സർക്കാർ തയ്യാറാവുമോ? ശ്രീജ, കഴിഞ്ഞ ദിവസമാണ് CITUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ എളമനം കരീം, അദ്ദേഹം CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം ദേശാഭിമാനിയെ എഴുതിയ ലേഖനത്തിൽ രൂക്ഷമായി ആശാവർക്കർമാരുടെ ഈ സമരത്തെ വിമർശിച്ചത്. പക്ഷേ അങ്ങനെ ഒരു നിലപാട് CITU ഭാരവാഹികളും തുടരുമ്പോഴും ഈ സമരം ഒത്തുതീർപ്പാക്കാതെ ഇങ്ങനെ അനിശ്ചിതമായി തുടരുന്നതിൽ ഇടതുമുന്നണിക്കുള്ളിൽ വലിയ അതൃപ്തി നിലനിൽക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. CPIക്ക് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഉള്ള അമർഷം അവർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതുമാണ്. മാത്രവുമല്ല, മാർച്ച് 3-ാം തീയതി നിയമസഭാ സമ്മേളനം വീണ്ടും പുനരാരംഭിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ സമരം ഇങ്ങനെ അനിശ്ചിതമായി തുടരുന്നത് സർക്കാരിനെതിരെ സഭയ്ക്കുള്ളിൽ വലിയ വിമർശനങ്ങൾ ഉയരാൻ വഴിവെക്കും എന്ന ഒരു സന്ദേഹം കൂടി ഇടതുമുന്നണിക്കുള്ളിലുണ്ട്. മാത്രവുമല്ല, അടുത്ത ദിവസം സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ആശാവർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ ഈ സമരം ഒത്തുതീർപ്പിലാകുന്നതിന് പകരം അതിനെ പൂർണ്ണമായി അവഗണിക്കുന്ന ഒരു നില തുടർന്നാൽ അത് സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ഉയരുന്നതിന് കാരണമാകുമെന്നാണ് മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന ഒരു വിമർശനം. അതുകൊണ്ട് തന്നെ ആരോഗ്യമന്ത്രി അനുനയ നീക്കങ്ങളുടെ ഭാഗമായി വീണ്ടും ഈ സമര നേതാക്കളുമായി ചർച്ച നടത്താനുള്ള സാധ്യതയാണ് ഉയരുന്നത്. പക്ഷെ അത് എപ്പോഴാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചാലും പോകാൻ തയ്യാറാണ് എന്ന് സമരസമിതി ഭാരവാഹികൾ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഏത് തരത്തിലാകും ഈ ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി ആരോഗ്യമന്ത്രി ഇനി ഇടപെടൽ നടത്തുക എന്നതാണ് അറിയാനുള്ളത്. വിവരങ്ങൾ നൽകിയത്. നാളെ ഈ ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഇങ്ങോട്ടേക്ക് മാർച്ച് നടത്തുന്നുണ്ട്, സെക്രട്ടേറിയറ്റ് നടയിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും CPM നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഇവരുടെ സമരത്തെ അധിക്ഷേപിക്കുന്ന നിലപാട് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നിയമസഭാ സമ്മേളനം എന്നത് സർക്കാരിന് മുന്നിൽ ഒരു വെല്ലുവിളിയായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഒരു സമവായത്തിനുള്ള സാധ്യതകൾ പതിയെ തെളിഞ്ഞു വരുന്നത്. മറ്റ് വാർത്തകളിലേക്ക് പോകാം. ആശാവർക്കർമാരുടെ സമരം 17ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇതിനിടെ ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്താൻ പലതവണ ശ്രമിച്ചിരുന്നെങ്കിലും അവിടെ നിന്ന് പോസിറ്റീവായ ഒരു നീക്കം ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിൽ രാഷ്ട്രീയമായി കൂടി വലിയ സമ്മർദ്ദമുണ്ടാകുന്ന സാഹചര്യത്തിലാണിപ്പോൾ ഒരു ഒത്തുതീർപ്പ് മുന്നിൽ ഉണ്ടാകുമോ എന്ന തരത്തിലൊരു സമ്മർദ്ദമുണ്ടാവുന്നത്. ഇന്ന് മഹാശിവരാത്രിയാണ്. മഹാശിവരാത്രിയോടനുബന്ധിച്ച് പിതൃതർപ്പണ ചടങ്ങുകൾക്ക് ആലുവ മണപ്പുറം ഒരുങ്ങി. ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾ പുലർച്ചെ കഴിഞ്ഞും തുടരും. ബലിതർപ്പണത്തിന് 116 ബലിത്തറകളാണ് മണപ്പുറത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. മഹാശിവരാത്രി ആഘോഷത്തിനായി ആലുവ മണപ്പുറത്തെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇന്ന് വൈകിട്ട് മുതൽ ആരംഭിക്കുന്ന ഭക്തജനപ്രവാഹം കുംഭത്തിലെ അമാവാസിയായ
വ്യാഴാഴ്ചയും തുടരും. ഇന്ന് രാത്രി നടക്കുന്നത് ശിവരാത്രി ബലിയും വ്യാഴാഴ്ച രാവിലെ 8:30 മുതൽ നടക്കുന്നത് കുംഭത്തിലെ വാവുബലിയുമാണ്. മണപ്പുറം മഹാദേവ ക്ഷേത്രത്തിൽ രാത്രി 12-ന് ശിവരാത്രി വിളക്ക് എഴുന്നള്ളിപ്പ്, തുടർന്ന് ബലിതർപ്പണവും നടക്കും. ക്ഷേത്രകർമ്മങ്ങൾക്ക് മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ബലിതർപ്പണത്തിന് 116 ബലിത്തറകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമാണ് ആഘോഷം. രാത്രി ഉറക്കമൊഴിക്കുന്നവർക്ക് ദേവസ്വം ബോർഡ് ലഘുഭക്ഷണം നൽകും. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ബാരിക്കേഡ് സംവിധാനം എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുള്ളതാണ്. മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് നമുക്ക് പൂർണ്ണമായ സഹകരണം ശിവരാത്രിക്കുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് ബാരിക്കേഡുകളുണ്ട്. കൂടാതെ പുഴയിലേക്ക് ഇറങ്ങുന്നത് സംബന്ധിച്ച് അവിടെയും ബാരിക്കേഡുകൾ നമ്മൾ കെട്ടിത്തിരിച്ചിട്ടുണ്ട്. 12 ഡിവൈഎസ്പിമാരും 30 SHOമാരും ഉൾപ്പെടെ 1500 പോലീസ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് വിന്യസിച്ചിട്ടുണ്ട്. റൂറൽ SP ഡോക്ടർ വൈഭവ് സക്സേന അവസാനവട്ട സുരക്ഷാ ഒരുക്കങ്ങളും വിലയിരുത്തി. കൊച്ചി മെട്രോയും ദക്ഷിണ റെയിൽവേയും KSRTCയും രാത്രി സ്പെഷ്യൽ സർവീസ് നടത്തും. ന്യൂസ് 18 കൊച്ചി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, മഹാശിവരാത്രിയുടെ ഏറ്റവും വലിയ ആഘോഷങ്ങൾ നടക്കുന്നത് കേരളത്തിൽ ആലുവ മണപ്പുറത്താണ്. അവിടെ ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? പൂർണ്ണ സജ്ജമായോ ആലുവ മണപ്പുറം? ശ്രീജ, പൂർണ്ണസജ്ജം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ ഒരുക്കങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാം തന്നെ വിലയിരുത്തലുകളുണ്ടായി. അത് പൂർണ്ണസജ്ജമായിരിക്കുന്നു. ഏതാണ്ട് 7 ലക്ഷത്തോളം പേരെങ്കിലും വരുന്നു എന്നതാണ് ഇവരുടെ ഒരു പ്രാഥമികമായി ഈ ഒരു സമയത്തിൽ, അതായത് ഇന്നും നാളെയും എല്ലാമായിട്ട് നടക്കുന്ന ഈ വാവുബലി പരിപാടികളിലേക്കെല്ലാം തന്നെ ഇത്രയും പേര് ഇവിടെ ഉൾക്കൊള്ളും എന്നത് തന്നെയാണ്. അങ്ങനെ ഒരു കണക്കാണ്, വന്നും പോയി ഇരിക്കുന്നവരൊരു കണക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ ആവശ്യവുമാണ്. ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമാണ് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ പെരിയാറിനോട് ചേർന്നുള്ള ഈ ഭാഗത്ത് ബലിത്തറകൾ ഇവിടെ 116 ബലിത്തറകളാണ് ഒരുക്കിയിരിക്കുന്നത്. ബലിതർപ്പണത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇവിടെ വരുന്നവർക്ക് വലിയ തിരക്കിലേക്ക് പോകാതെ കടന്നു പോവുക എന്നതാണ് ഇതുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ സാധാരണഗതിയിൽ ഇന്ന് അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ ശിവരാത്രിയിലേക്ക് കടക്കുക. അതിനുശേഷം ഈ ദിവസങ്ങളുടെ ഭാഗമായിട്ട് നടക്കുന്ന ബലിതർപ്പണ ചടങ്ങുകളുണ്ട്. അത് നാളെയും തന്നെ നീണ്ടു നിൽക്കും. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള ബലിത്തറകളും കാര്യങ്ങളും എല്ലാം തന്നെ പൂർണ്ണമായിട്ടും തന്നെ സജ്ജമായിരിക്കുന്നു എന്നതാണ്. എല്ലാ വർഷവും എന്ന പോലെ തന്നെ ഈ വർഷവും വലിയ തിരക്ക് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മണപ്പുറത്തെ മഹാദേവ ക്ഷേത്രത്തിൽ രാത്രി 12-ന് ശിവരാത്രി വിളക്ക് എഴുന്നള്ളിപ്പ്, തുടർന്ന് ബലിതർപ്പണത്തിന് വേണ്ടിയുള്ള ചടങ്ങുകൾ ആരംഭിക്കും. ക്ഷേത്ര കർമ്മങ്ങൾക്ക് മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. ഇത് ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരം ഈ സജ്ജീകരണങ്ങളും എല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നു. ഇതിൻ്റെ ഒരു ക്രമീകരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിശ്വാസം എന്നെല്ലാം തന്നെ പറയുന്നത് ഈ അമാവാസിയായ വ്യാഴാഴ്ചയും നാളെയും തന്നെ ഇത് തുടരുന്നു. ശിവരാത്രി ബലിയും പിറ്റേന്ന് വ്യാഴാഴ്ച രാവിലെ മുതൽ നടക്കുന്നത് കുംഭത്തിലെ വാവുബലിയും എന്ന രീതിയിലാണ് വിശ്വാസികളുടെ ഒരു കണക്ക്. അങ്ങനെ ഈ ദിവസങ്ങളിലേക്ക് തന്നെ കൂടുതൽ ആളുകൾ എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തും. അതിൻ്റെ തർപ്പണത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെല്ലാം തന്നെ കടക്കുകയും ചെയ്യും. പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് ആളുകളുടെ വിശ്വാസികളുടെ വലിയ രീതിയിലുള്ള ഒരു കടന്നുവരവുണ്ട്. നമുക്ക് കാണാം ഈ ബലിത്തറകളിലെല്ലാം തന്നെയും നിരവധി പേർ ഇവിടേക്ക് വരികയും പിതൃക്കൾക്ക് അവരുടെ ഒരു ഓർമ്മ പുതുക്കുകയും എല്ലാം തന്നെ ചെയ്ത് മടങ്ങുകയും ചെയ്യുന്നു. പെരിയാറിന്റെ ഈ തീരത്ത് പ്രത്യേക ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടേക്കുള്ള ഈ സ്നാനപ്പടവുകളിൽ അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്, പോലീസും അതോടൊപ്പം തന്നെ ഈ നാവികസേന മുങ്ങൽ വിദഗ്ധരുടെയും അടക്കം സേവന സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടാകും. നാളെയെല്ലാം ഈ തിരക്ക് വളരെ കൂടുതൽ തന്നെയായിരിക്കും. ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ തിരക്കിലേക്ക് എല്ലാം തന്നെ നീളുകയും ചെയ്യും. പ്രത്യേക സർവീസുകൾ, അത് മെട്രോ റെയിലായാലും KSRTC ആയാലും റെയിൽവേ ആയാലും ആലുവ കേന്ദ്രീകരിച്ച് കൂടുതൽ സർവീസുകൾ പുലർച്ചെയും അർദ്ധരാത്രി വരെയും എല്ലാം തന്നെ നീട്ടിയിട്ടുണ്ട്. അങ്ങനെ അവിടേക്ക് എത്തുന്നവർക്ക് കൃത്യമായി മടങ്ങിപ്പോകുന്നതിനും കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ക്രമീകരണങ്ങളുണ്ട്. പോലീസിന് 1500 പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിച്ചിരിക്കുന്നു. റൂറൽ SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ അത്തരമൊരു ക്രമീകരണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്തു
ചെയ്തിരിക്കുന്നു. 12 DYSPമാരുടെ നേതൃത്വത്തിൽ ഉള്ള ഒരു സംഘം തന്നെ, വലിയൊരു സംഘം തന്നെയാണ് ഇവിടെയുള്ളത്. അങ്ങനെ വിപുലമായ രീതിയിലുള്ള ക്രമീകരണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നു. ഇന്ന് അർദ്ധരാത്രിയോടെയാണ് ശിവരാത്രി ആഘോഷങ്ങളിലേക്കെല്ലാം തന്നെ കടക്കുക. അതിനുശേഷമാണ് ബലിതർപ്പണത്തിലേക്കെല്ലാം നീങ്ങുക. പക്ഷേ ഇപ്പോഴേ ഇവിടെ വലിയ തിരക്കിലേക്കും എല്ലാം തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. ഇവിടെയുള്ള ഈ മഹാദേവ ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ചടങ്ങുകൾക്ക്, പ്രാർത്ഥനയ്ക്ക്, തൊഴുന്നതിന് വേണ്ടി എല്ലാം തന്നെ നല്ല തിരക്കിലേക്കെല്ലാം തന്നെ ഇപ്പോൾ തന്നെ ഈ ആലുവയും പരിസര പ്രദേശങ്ങളും, പ്രത്യേകിച്ച് ആലുവ മണപ്പുറത്തിന്റെ ഈ പ്രദേശങ്ങളും എല്ലാം തന്നെ മാറിയിരിക്കുന്നു എന്നതാണ്. അത് ഈ സമയം കഴിയും തോറും അത് ആ തിരക്കിലേക്ക്, കൂടുതൽ തിരക്കിലേക്ക് എല്ലാം തന്നെ ഇവിടെ ഈ പരിസരവും പ്രദേശങ്ങളും എല്ലാം തന്നെ മാറും. അതിനനുസരിച്ച് ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ക്രമീകരണങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും മറ്റും നേതൃത്വത്തിൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും നല്ല തിരക്കിലേക്ക്, ശിവരാത്രിയുടെ ആ ഒരു അനുഭവത്തിലേക്ക് ആലുവയും പരിസര പ്രദേശങ്ങളും, പ്രത്യേകം മണപ്പുറവും ഈ മഹാദേവ ക്ഷേത്ര പരിസരവും എല്ലാം തന്നെ മാറുന്നു, തിരക്കിലേക്ക് മുങ്ങുന്നു എന്നതാണ്. അവിസ്മരണീയമായ ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് ഓരോരുത്തരും സ്വയം ഒരുങ്ങുന്നു എന്നതാണ്. ശ്രീജ. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ആലുവ മഹാശിവരാത്രിക്കായി ആലുവ മണപ്പുറം ഒരുങ്ങിക്കഴിഞ്ഞു. ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. പക്ഷേ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഇന്ന് അർദ്ധരാത്രി മുതലാണ്. മഹാശിവരാത്രി ഒരുപക്ഷെ ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും ആഘോഷത്തോടെ കൊണ്ടാടുന്നത് പ്രയാഗ്രാജിലാണ്. കഴിഞ്ഞ ജനുവരി 13 ആരംഭിച്ച മഹാകുംഭമേള ഇന്ന് സമാപിക്കുകയാണ്. 5ാമത്തെ അമൃത സ്നാനത്തിനായി വലിയ തിരക്കാണ് ഇന്ന് പ്രയാഗ്രാജിൽ അനുഭവപ്പെടുന്നത്. പ്രയാഗ്രാജിൽ നിന്ന് നമ്മളോടൊപ്പം ഞങ്ങളുടെ പ്രതിനിധി കൃഷ്ണേന്ദു നായർ ചേരുന്നുണ്ട്. കൃഷ്ണേന്ദു, ഗുഡ് മോർണിംഗ്. ഒരുപക്ഷെ ഇന്നത്തെ ദിവസം എത്താൻ കഴിയുന്നതിൽ ഏറ്റവും മനോഹരമായൊരു സ്ഥലത്താണ് കൃഷ്ണേന്ദു ഉള്ളത്. ഇന്ന് കുംഭമേളയുടെ അവസാനം, മഹാശിവരാത്രി, എത്രത്തോളം മനോഹരമാണ് പ്രയാഗ്രാജ്? ഇതുവരെയുള്ള കണക്കുകൾ വെച്ച് ഏകദേശം 67 കോടി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇന്നലെ മാത്രം 65 ആയിരുന്നു. ആൻഡ് ഇന്നലത്തെ ഒരു ദിവസം അവർ എക്സ്പെക്ട് ചെയ്ത് 2 കോടിയാണ്. അപ്പം ഇന്നത്തെയും കൂടെ വെച്ചിട്ട് 67 കോടിയോളമാണ് ആൾക്കാർ വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, സാധാരണഗതിയിൽ സ്ത്രീകളുടെ ഒരു പാർട്ടിസിപ്പേഷൻ കുറച്ചു കാലം മുന്നേ വരെ ഭയങ്കര കുറവായിരുന്നു. പക്ഷേ ഇന്നിപ്പം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷനും അതനുസരിച്ച് ഭയങ്കരമായിട്ടും കൂടിയിട്ടുണ്ട്. ആൻഡ് മാനേജ്മെന്റിന്റെ കാര്യം നമ്മൾ എടുത്ത് പറയാനുള്ളൊരു സംഭവമാണ്. കാര്യം ഇത്രയും ആൾക്കാർ വരുമ്പം അറ്റ് എ ടൈം ഇത്രയും പേരെ മാനേജ് ചെയ്യാന്ന് പറയുന്ന ഒരു ഭയങ്കര സംഭവമാണ്. നമ്മളത് ശരിക്കും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവർ ഈ ബാക്കിയുള്ള ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കട്ട് ചെയ്തിട്ട് ആൾക്കാരെ നടക്കാൻ മാത്രമാണ് സമ്മതിക്കുന്നത്. ഒരുപാട് കിലോമീറ്ററുകൾക്ക് ബാക്കിൽ വെച്ച് തന്നെ ഇവർ ബാക്കി വണ്ടികളും, അതായത് റിക്ഷയും മോട്ടോർ ബൈക്സും ആണ് ഇവിടെ കൂടുതൽ പോകുന്നത്. അതെല്ലാം കട്ട് ചെയ്തിട്ട് എല്ലാവരും നടക്കുകയാണ്. ഇവിടെ നിന്ന് ഇനിയും ഏകദേശം ഒരു 2 കിലോമീറ്റർ പോകണം. ഈ ത്രിവേണി സംഗമം, അവിടെയാണ് ആ മെയിൻ സ്നാനം ഉള്ളത്. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. ഇവിടുന്ന് ഇപ്പം നല്ല തിരക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളും ഇനി അങ്ങോട്ടേക്ക് ഫോളോ ചെയ്യാൻ പോവാണ്. ശരിക്കും ഇന്നലെ വരെയുള്ള കണക്കുകൾ വെച്ചിട്ട്, അതായത് ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നതും കൂടെ വെച്ചിട്ട് 67 കോടിയാണ് ആൾക്കാർ ഇവിടെ വന്ന് ഹോളിഡേ എടുത്തിട്ട് പോയി, അല്ലെങ്കിൽ ഇത് വിസിറ്റ് ചെയ്ത് ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 67 കോടിയാണ്. അതായത് ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം 144 കോടിയാണ്. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഇത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ലോകമെമ്പാടും നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് പേര് ഇതുപോലെ കാണുന്നുണ്ട്. നോർത്തിലുള്ള ആൾക്കാർ മാത്രമല്ല, നമ്മളെപ്പോലെ സൗത്തിൽ നിന്ന് വന്നവരുണ്ട്, ഇന്ത്യയുടെ പുറത്തുനിന്ന് വന്നവരുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർ ഈ പ്രായം, അതുപോലെ ജെൻഡർ, അങ്ങനെ ഒരു ബയാസസും ഇല്ലാതെയാണ് ആൾക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ ഈ ഒരു സ്നാനത്തിന്റെ തിരക്കും ബാക്കി കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇന്നത്തെ ദിവസം ഈ കുംഭമേള അവസാനിക്കുകയാണ്. ജനുവരി 13 തുടങ്ങിയതാണ്. ഇന്ന് അവസാനത്തെ ദിവസവും ഏറ്റവും പ്രധാനമായ സ്നാനങ്ങളിൽ ഒന്ന് നടക്കുന്ന ദിവസമാണ്, ശിവരാത്രിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ തിരക്ക് എത്രത്തോളം ഉണ്ട് കൃഷ്ണേന്ദു അവിടെ? നമ്മളിപ്പോൾ ഗംഗാഘാട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഗംഗാഘാട്ട് ക്രോസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ സംഗം സ്ഥലത്തേക്ക് പോകേണ്ടത്. ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ നടക്കണം. അപ്പം നമ്മൾ ഇന്നലെയൊക്കെ രാത്രി വന്നപ്പോഴത്തേക്കും നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ശിവരാത്രിയാണ്. അപ്പോൾ ഇന്നലെ രാത്രി വന്നപ്പോൾ നമുക്ക് റിക്ഷയിലോ ബൈക്കിലോ ഒക്കെ നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകാം. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെ ഒരു പരിപാടി നടക്കില്ല. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം, ഈ വരുന്ന ആൾക്കാരൊക്കെ ഈ ഒരു സ്നാനത്തിന് വേണ്ടി, അതായത് ഇന്നിപ്പോൾ ശിവരാത്രി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഓസ്പീഷ്യസ് ആണ്. അപ്പോൾ ഈ ഒരു, അതായത് ഇന്ന്
ഫിഷിംഗ് ഡേ അതുപോലെ തന്നെ ശിവരാത്രിയുമാണല്ലോ. അപ്പോൾ ഇതിന്റെ ഈ ഒരു ഓസ്പീഷ്യസ് ആയിട്ടുള്ള ആ ഒരു ഡിപ്പിന് വേണ്ടി, അതായത് ഈ മുങ്ങിയുള്ള കുളിക്ക് വേണ്ടി ആൾക്കാർ സംഗം സ്ഥലത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ തന്നെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ തന്നെ ഈ നിയർ ബൈ ആയിട്ട് ഓരോ സെക്ടേഴ്സിലും ഇഷ്ടം പോലെ ടെന്റ് ഉണ്ട്. ഈ ടെന്റ് എന്നുള്ളവരുണ്ട്, അതുപോലെ നമ്മളെയൊക്കെ പോലെ പുറത്ത് താമസിച്ചിട്ട് ഇതിനു വേണ്ടി മാത്രം വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ മോർണിംഗ് ഒരു ഡിപ്പ് ഉണ്ടായിരുന്നു, ഈ ഒരു ബ്രഹ്മമുഹൂർത്തം അങ്ങനത്തെ ഒരു ഡിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർ ഇതിലുണ്ട്. ഇനി അങ്ങോട്ടേക്ക് പോകുന്ന ആൾക്കാരും ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. മഹാശിവരാത്രി ദിവസം പ്രയാഗ്രാജിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നത്തോടെ ഏറ്റവും പാവനമെന്ന് വിശ്വാസികൾ കരുതുന്ന മഹാകുംഭമേളയ്ക്ക് 144 വർഷത്തെ പ്രത്യേകതയുള്ള, അതിൽ ഏറ്റവും പ്രത്യേകതയുള്ള കുംഭമേളയാണ് ഇത്തവണത്തേത് എന്നാണ് പറയുന്നത്. അവിടെ 60 കോടിയിലേറെ ജനങ്ങൾ എത്തിയെന്നാണ് ഔദ്യോഗികമായി UP സർക്കാർ പറയുന്ന കണക്ക്. എന്തായാലും നേരത്തെ കൃഷ്ണേന്ദു പറഞ്ഞതുപോലെ ജാതി മത ഭേദങ്ങൾ പ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എത്രയോ മനുഷ്യന്മാരെത്തി മടങ്ങി പ്രയാഗ്രാജിൽ നിന്ന്. ഇന്ന് അതിൻ്റെ അവസാന ദിവസമാണ്, അവിടുത്തെ ഏറ്റവും വിശേഷ ദിവസമാണ്. കൃഷ്ണേന്ദു നായരാണ് വിവരങ്ങൾ നൽകിയത് പ്രയാഗ്രാജിൽ നിന്ന്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. കോഴിക്കോട് ലോ കോളേജ് വിദ്യാർത്ഥിനി മൗസയുടെ മരണത്തിൽ പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു. മൗസയുടെ മൊബൈൽ ഫോൺ മരിക്കുന്നതിന്റെ തലേന്ന് ആൺ സുഹൃത്ത് എടുത്തുകൊണ്ടുപോയതായി സുഹൃത്തുക്കൾ മൊഴി നൽകി. ഒളിവിലുള്ള ആൺ സുഹൃത്തിനായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഈ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ ഏറി വരികയാണല്ലോ. എന്താണ് ഈ സുഹൃത്തുക്കൾ നൽകുന്ന മൊഴിയിൽ നിന്ന് മനസ്സിലാവുന്നത്? സുഹൃത്തുക്കൾ നൽകിയ മൊഴി അനുസരിച്ച് ഈ മൗസയ്ക്കൊരു ആൺ സുഹൃത്തുണ്ടായിരുന്നു. ഇയാൾ മൊബൈൽ ഫോൺ തലേദിവസം, അതായത് മരണത്തിന് തലേദിവസം എടുത്തുകൊണ്ടുപോയി എന്ന വിവരമാണ് പോലീസിന് ലഭിക്കുന്നത്. മരണത്തിന് പിന്നാലെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തയ്യാറാക്കിയപ്പോൾ പോലീസ് മുറിയിൽ തെരച്ചിൽ നടത്തിയിരുന്നു. അപ്പോൾ ഒരു കടലാസ് കഷ്ണത്തിൽ 3 ഫോൺ നമ്പറുകൾ എഴുതി വച്ചിരിക്കുന്നത് മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. അത് വീട്ടിലെ അച്ഛൻ്റെയും അമ്മയുടെയും അമ്മാവൻ്റെയും നമ്പറുകൾ മാത്രമായിരുന്നു. തുടർന്ന് മൊബൈൽ ഫോണിനായി തെരച്ചിൽ നടത്തിയെങ്കിലും ആ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിന് പിന്നാലെയാണ് സുഹൃത്തുക്കൾ മൊഴി നൽകിയിരിക്കുന്നത്. തലേദിവസം ഈ ആൺ സുഹൃത്തുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അയാൾ ഈ ഫോൺ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു എന്നാണ്. പിന്നീട് ഈ മൗസ ഇയാളെ മറ്റൊരു ഫോണിൽ നിന്ന് വിളിച്ച് ബന്ധപ്പെട്ടപ്പോൾ ആ ഫോൺ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്, ആ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുകയും ചെയ്തു. പക്ഷേ പോലീസ് അരിച്ചു പെറുക്കിയിട്ടും ആ മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ആൺ സുഹൃത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ ഈ മൗസ മരിച്ച അന്ന് തന്നെ പോലീസ് ആരംഭിച്ചെങ്കിലും ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഒപ്പം മൗസയുടെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് ഇയാളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 6 മാസത്തിലധികമായി ഇയാളുമായി മൗസയ്ക്ക് സൗഹൃദമുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇയാൾ വിവാഹിതനും കുട്ടികളുമുള്ള ഒരു ആളുമാണ്. ഇക്കാര്യം അറിയാതെയാണ് മൗസ ഇയാളുമായി ചങ്ങാത്തത്തിലായത് എന്നാണ് കൂട്ടുകാർ പറയുന്നത്. ഇതറിഞ്ഞ ശേഷം വലിയ മാനസിക വിക്ഷോഭം ഉണ്ടായിരുന്നു. ഇതേ ചൊല്ലി പലവട്ടം രണ്ടുപേരും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തന്നെ ആവാം മരണത്തിലേക്ക് നയിച്ചത് എന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ സംഭവ ദിവസം രാവിലെ കോളേജിൽ നടന്ന കലോത്സവത്തിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് 12 കൂടിയാണ് ഹോസ്റ്റലിലേക്ക്, അല്ലെങ്കിൽ ഇവർ താമസിച്ചിരുന്ന മുറിയിലേക്ക് മൗസ വരികയും ചെയ്ത്. പലവട്ടം കുട്ടികൾ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. കാരണം തലേദിവസം തന്നെ ഇയാൾ ഈ ഫോൺ കൊണ്ടുപോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് കാണാതെ വന്നതോടുകൂടിയാണ് ഹോസ്റ്റലിലേക്ക് എത്തുകയും മുറിയിൽ തട്ടിയിട്ടും കതക് തുറക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് കതക് തല്ലിപ്പൊളിച്ചകത്ത് എത്തിയപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിൽ ബലപ്രയോഗമോ മറ്റ് പാടുകളോ ഒന്നുമില്ല. അതുകൊണ്ട് പൂർണ്ണമായും സ്വയമേ തൂങ്ങി മരിച്ചതാണ് എന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അകത്തു നിന്നും മറ്റ് പുറത്തേക്ക് വഴികളില്ല. മുറി ഉള്ളിൽ നിന്നും പൂട്ടിയ നിലയിൽ തന്നെയാണ് കാണപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ആത്മഹത്യയാണ് എന്നൊരു നിഗമനത്തിൽ പോലീസ് എത്തിച്ചേരുമ്പോഴും ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യം എന്താണ് എന്നതിനെക്കുറിച്ചാണ് വളരെ വിശദമായി അന്വേഷിക്കുന്നത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇന്നലെ തന്നെ കുടുംബത്തിന് കൈമാറുകയും തൃശ്ശൂർ സ്വദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നു. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ അന്വേഷണം തന്നെ നടത്തും. ഇയാൾ ഈ സംഭവം അറിഞ്ഞ സമയം മുതൽ ഒളിവിലാണ്. കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുമെന്നാണ് പോലീസ് പറയുന്നത്. ഷീജ. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിയമ വിദ്യാർത്ഥിനിയായ മൗസയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ദുരൂഹതയേറുകയാണ്. ഫോൺ എടുത്തുകൊണ്ടുപോയ സുഹൃത്ത് ആര്, അയാളെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു വലിയ പ്രത്യേകതയുണ്ട്. അത് കേരളം ഒരു ചരിത്ര നേട്ടത്തിൻ്റെ പടിവാതിൽക്കലാണ് നിൽക്കുന്നത്.
ഇപ്പോൾ എത്തി നിൽക്കുന്ന പോയിന്റ് പോലും വലിയൊരു സന്തോഷമുള്ള വലിയ നേട്ടമാണ്. എങ്കിൽ പോലും രഞ്ജി ട്രോഫി കിരീടമാണ് ആ വലിയ സ്വപ്നം. കലാശപ്പോരിൽ വിദർഭയാണ് കേരളത്തിൻ്റെ എതിരാളികൾ. തോൽവി അറിയാതെയാണ് കേരളവും വിദർഭയും ഫൈനലിലെത്തിയത്. വിദർഭയുടെ ഹോം ഗ്രൗണ്ടായ നാഗ്പൂർ ജാംറ്റയിലെ VCA സ്റ്റേഡിയത്തിലാണ് ഇന്ന് മത്സരം നടക്കുന്നത്. ചരിത്ര നിയോഗമാണ് ക്യാപ്റ്റൻ സച്ചിൻ ബേബിക്കും കോച്ച് അമയ് ഖുറേസിയയ്ക്കും. കേരളത്തിന്റെ ക്രിക്കറ്റ് കനവുകളിൽ കയ്യെത്താ ദൂരത്തെന്ന് കരുതിയിരുന്ന പടിയിലേറി നിൽക്കുകയാണ് നമ്മുടെ സംഘം. ഒരു പടി കൂടി നെഞ്ചു നിവർത്തി കയറാനായാൽ അത് ചരിത്രമാകും. കേരളത്തിൽ ക്രിക്കറ്റ് ഉണ്ടോ എന്ന് നേരത്തെ പരിഹസിച്ചവർക്ക് മുന്നിൽ ഞങ്ങളാണ് രാജാക്കന്മാരെന്ന് പറയാനായാൽ തങ്കലിപികളിൽ എഴുതിവെക്കും ഈ ടീമിലെ ഓരോരുത്തരുടെയും പേരുകൾ. ഒന്നോ രണ്ടോ താരങ്ങളെ അമിതമായി ആശ്രയിക്കുന്ന രീതിയില്ല ഈ സംഘത്തിന് എന്നതാണ് പ്രധാനം. യുവതാരങ്ങളും പരിചയസമ്പന്നരും ചേർന്ന് നൽകുന്ന ബാലൻസ് ആണ് കരുത്ത്. സൽമാൻ നിസാറും മുഹമ്മദ് അസറുദ്ദീനും ജലജ് സക്സേനയും അടക്കമുള്ള മധ്യനിരയും വാലറ്റുവും മികച്ച ഫോമിലാണ്. മുൻനിര കൂടി ഫോമിലേക്ക് ഉയർന്നാൽ കേരളത്തിന്റെ ബാറ്റിംഗ് കരുത്ത് കൂടും. നാഗ്പൂരിലെ പിച്ച് ബാറ്റർമാരെ പിന്തുണയ്ക്കുമെന്നതാണ് കരുതുന്നത്. ബൌളിംഗിൽ MD നിതീഷും ജലജ് സക്സേനയും ആദിത്യ സർവാത്തയുമാണ് പ്രധാന ആയുധങ്ങൾ. ഹോം ഗ്രൗണ്ടിന്റെ ആനുകൂല്യമായി ഇറങ്ങുന്ന വിദർഭ കേരളത്തിന് കടുത്ത എതിരാളികളാണ്. 2018-ലും 2019-ലും ചാമ്പ്യന്മാരായ വിദർഭയ്ക്ക് കഴിഞ്ഞ വർഷം ഫൈനലിൽ കാലിടറി. യാഷ് റാത്തോഡ്, ഹർഷ് ദുബെ, ക്യാപ്റ്റൻ അക്ഷയ് വാഡ്കർ, അഥർവ ടൈഡെ, മലയാളി താരം കരുൺ നായർ എന്നിവരാണ് വിദർഭയുടെ കരുത്ത്. ഫൈനലിന് വേദിയാകുന്നത് അവരുടെ ഹോം ഗ്രൗണ്ടായ ജാംതയിലെ VCA സ്റ്റേഡിയമാണെങ്കിലും ഈ ഗ്രൗണ്ട് കേരളത്തിനും ഭാഗ്യവേദിയാണ്. 2003-ന് ശേഷം കളിച്ച ഒരു മത്സരത്തിൽ പോലും കേരളം തോറ്റിട്ടില്ല എന്നതാണ് VCA സ്റ്റേഡിയത്തെ കേരളത്തിന്റെ പ്രിയപ്പെട്ടതാക്കുന്നത്. എന്നാൽ രഞ്ജി നോക്കൌട്ടിൽ വിദർഭയോട് കേരളത്തിന്റെ റെക്കോർഡ് അത്ര നല്ലതല്ല. 2018-ൽ വിദർഭയോട് ക്വാർട്ടറിൽ തോറ്റുപുറത്തായ കേരളം തൊട്ടടുത്ത വർഷം സെമിയിലും പരാജയപ്പെട്ടു. കന്നിക്കിരീടമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായാൽ പഴയകാല കയ്പുകളെല്ലാം ആ മധുരക്കോപ്പയിൽ അലിഞ്ഞില്ലാതാകും. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. ചരിത്രത്തിൽ ആദ്യമായി കേരളം രഞ്ജി ട്രോഫി ഫൈനൽ കളിക്കുമ്പോൾ തിരുവനന്തപുരത്തെ വെട്ടുകാട് എന്ന തീരദേശ ഗ്രാമവും വലിയ ആഹ്ലാദത്തിലാണ്. വെട്ടുകാട് സെയിന്റ് മേരീസ് ക്ലബിൽ കളിച്ചു വളർന്ന ഷോൺ റോജർ ഇത്തവണ കേരള ടീമിന്റെ ഭാഗമാണ്. സെമി ഫൈനലിലും ഷോൺ കേരളത്തിന്റെ 11-ൽ ഉണ്ടായിരുന്നു. ഷോൺ റോജറിനും കേരള ടീമിനും ആശംസകളുമായി അവിടെ സെയിന്റ് മേരീസ് ക്രിക്കറ്റ് ടീം ഭാരവാഹികളും കളിക്കാരും ഇന്നലെ രാത്രി ഒത്തുചേർന്നു. വെട്ടുകാട് സെന്റ് മേരീസ് സ്പോർട്സ് ക്ലബിനും ഒരുപോലെ അഭിമാനം നൽകുന്ന ഒരു ദിവസമാണ് നാളെ. ചരിത്രത്തിൽ ആദ്യമായി കേരളം രഞ്ജി ട്രോഫിയിൽ ഫൈനൽ മത്സരം കളിക്കുന്നു. ആ ഫൈനൽ മത്സരത്തിൽ സെന്റ് മേരീസ് സ്പോർട്സ് ക്ലബിൻ്റെ ഒരു കളിക്കാരൻ ഷോൺ റോജർ കളിക്കുകയാണ്. തീർച്ചയായിട്ടും നാളെ നടക്കുന്ന ഈ മത്സരം നല്ലൊരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് കേരളം ട്രോഫി നേടും എന്നുള്ള ആത്മവിശ്വാസമുണ്ട്. അങ്ങനെ സംഭവിക്കട്ടെ. ഈ കളിക്കുന്ന എല്ലാ കളിക്കാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. തീർച്ചയായിട്ടും കേരളത്തിന് ഒരു ചരിത്ര നേട്ടം കൈവരിക്കാൻ ഇവർക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. കേരളം ഈ ചരിത്ര മുഹൂർത്തത്തിലെത്തി നിൽക്കുമ്പോൾ സാധ്യതകൾ വിലയിരുത്താനൊക്കെയായി സ്പോർട്സ് എഡിറ്റർ എൽദോ പോൾ പുതുശ്ശേരി ചേർന്നു. എൽദോ, ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ പഴുതടച്ച മികവുള്ള ടീമാണ് വിദർഭ. കേരളം സജ്ജരായി എത്തുന്നു എങ്കിൽ പോലും വിദർഭയ്ക്കുള്ള പ്രായോഗിക പരിചയം 8 വർഷത്തിനിടെ 3 തവണ ഫൈനൽ കളിച്ചു, 2 തവണ കപ്പ് ഉയർത്തി. അപ്പോൾ സമ്മർദ്ദം വളരെ വളരെ കൂടുതലായിരിക്കും കേരളത്തെ സംബന്ധിച്ച്. ഇന്നത്തെ സാധ്യതകൾ, നമ്മുടെ ശക്തി, ദൗർബല്യം എന്തൊക്കെയാണ്? ശ്രീജ, ഗുഡ് മോർണിംഗ്. ഈ കേരളത്തിനെ സംബന്ധിച്ച് കേരളം ഇന്ന് രഞ്ജി ട്രോഫിയുടെ ഫൈനൽ കളിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ലാത്ത ഒരു ഇടത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നതാണ് ഏറ്റവും സന്തോഷകരം. അവിടെ കേരളം എന്ന ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഒന്നോ രണ്ടോ താരങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള പ്രകടനങ്ങളല്ല ഇതുവരെ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് കാര്യം. ഇപ്പോൾ നമ്മൾ മറ്റ് പല സമയത്തും നമ്മൾക്ക് എപ്പോഴും ഓരോ താരത്തെ ആശ്രയിക്കേണ്ട ഒരു ഗതികേടുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. വിക്കറ്റ് വേട്ടയിൽ നോക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ റൺ നേട്ടക്കാരുടെ പട്ടിക എടുത്തു നോക്കുകയാണെങ്കിലോ കേരളത്തിന് അത്രമാത്രം എടുത്തു പറയാൻ പറ്റിയ ഒരു പേര് ഇല്ല. ജലജ് സക്സേന വിക്കറ്റ് നേട്ടത്തിൽ ഓൾറൗണ്ടറായി ഉണ്ട് എങ്കിൽ പോലും ബാറ്റിംഗ് ഓർഡറിലാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ട് കാര്യം. അത് ഒരു മത്സരത്തിൽ ജലജോ അല്ലെങ്കിൽ
മുഹമ്മദ് അസറുദ്ദീൻ, സൽമാൻ നിസാർ മുഹമ്മദ് അസറുദ്ദീനോ സച്ചിൻ ബേബിയോ ഫോമിലേക്ക് എത്തിയാൽ മറ്റൊരു മത്സരത്തിൽ മറ്റൊരു താരത്തിനായിരിക്കും അവസരം. അങ്ങനെ മാറി മാറി ഓരോ മത്സരത്തിലും ഒരു താരോദയം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ രഞ്ജി ട്രോഫിയിൽ കേരളത്തിന്റെ ഇതുവരെയുള്ള മുന്നേറ്റങ്ങളിൽ എതിരാളികൾക്ക് കേരളത്തെ കടുപ്പമുള്ള ടീമാക്കി മാറ്റുന്നത്. ഇനി വിദർഭയുടെ ഹോം ഗ്രൗണ്ട് ആണ് എന്നുള്ള ആനുകൂല്യം അവർക്കുണ്ട് എന്നുള്ളത് ശരി തന്നെ. പക്ഷെ അപ്പോഴും കേരളത്തിന് വിദർഭയുടെ ആ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള നാഗ്പൂരിലെ അല്ലെങ്കിൽ ജാംതയിലെ VCS സ്റ്റേഡിയത്തിൽ മോശമില്ലാത്ത റെക്കോർഡുണ്ട്. 2 തവണ വിദർഭയെ തോൽപ്പിച്ചിട്ടുണ്ട് കേരളം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ പേസ് ബോളർമാരും സ്പിന്നർമാർക്കും ഒരുപക്ഷെ ഒരേപോലെ തന്നെ സാധ്യത നൽകുന്ന ഒരു ട്രാക്ക് ആവാനാണ് സാധ്യത. മാത്രമല്ല ബാറ്റർമാർക്കും ആനുകൂല്യം ഉണ്ടാകും. റൺ സ്കോർ ചെയ്യുക വലിയ പ്രയാസമായിരിക്കില്ല എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. പരമാവധി റോൾ ചെയ്ത ഒരു വിക്കറ്റാണ് അവിടെ ഉപയോഗിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ടോസ് നേടി ആദ്യം തന്നെ ബാറ്റ് ചെയ്യുക എന്നുള്ളതാണോ അല്ലെങ്കിൽ എതിരാളിയെ ബാറ്റിംഗ് നയിക്കുക എന്നുള്ളതാണോ എന്നുള്ളതൊക്കെ അവസാന നിമിഷ ടീം തീരുമാനമായിരിക്കും. എന്നാണെങ്കിലും കാത്തിരിക്കാം കേരളത്തിന്റെ ഒരു മികച്ച മുന്നേറ്റത്തിനായി. ഇനി കേരളത്തിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അത് കരുൺ നായരുടെ ഒരു പ്രകടനമായിരിക്കും. കരുൺ നായർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കേട്ടു. കേരളത്തിനെതിരെ കളിക്കുമ്പോൾ കേരളം കരുത്തരാണ്, പക്ഷെ എങ്കിൽ പോലും സ്വന്തം ടീം എന്ന നിലയിൽ വിദർഭയ്ക്ക് വേണ്ടി പരമാവധി പോരാടുമെന്നുള്ളത്. അപ്പോൾ കരുൺ നായരുടെ പ്രകടനം അത് എത്രത്തോളം ശ്രദ്ധേയമാകുമെന്ന് കാത്തിരിക്കാം. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രകടനങ്ങൾ. കേരളത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജലൻ സക്സേനയും സർവാത്തയുടെയും ബോളിംഗ് പ്രകടനങ്ങളായിരിക്കും. സർവാത്തയും സക്സേനയുമാണ് ഇതുവരെയുള്ള ബോളിംഗ് പ്രകടനങ്ങളിൽ ഏറ്റവും മികവ് കാട്ടിയത്. ഒപ്പം MD നിതീഷും. സർവാത്തെ 2 തവണ വിദർഭ ചാമ്പ്യന്മാരായപ്പോൾ, അതായത് 2018-ലും 2019-ലും രഞ്ജി ട്രോഫിയിൽ ചാമ്പ്യന്മാരായപ്പോൾ അവരുടെ ടീമിൽ ഉണ്ടായിരുന്ന പ്ലെയർ ആണ് ആദിത്യ സർവാതെ. അപ്പോൾ സർവാതെ ഇന്ന് സ്വന്തം ടീമിനെതിരെ ഒരു ഫൈനൽ കളിക്കുകയാണ് കേരളത്തിന്റെ ജേഴ്സിയിൽ. നേരത്തെ കരുൺ നായരുടെ കാര്യം നമ്മൾ സൂചിപ്പിച്ചതുപോലെയാണ്. മലയാളിയായിട്ടുള്ള കരുൺ നായർ കേരളത്തിനെതിരെ കളിക്കുന്നു എന്ന് പറയുന്ന പോലെ ആദിത്യ സർവാതെ അവിടെ കേരളത്തിനെതിരെ വിദർഭയ്ക്ക് വേണ്ടി കളിക്കാൻ നിൽക്കുകയാണ് ഇന്ന്. അപ്പോൾ കേരളത്തിന് ഈ ഗ്രൗണ്ട് പരിചിതമാണ് എന്നതുപോലെ തന്നെ അതിനേക്കാൾ ഏറെ പ്രധാനം ആദിത്യ സർവാതയുടെ ആ എന്താ പറയാ ഒരു ഏറ്റവും നന്നായി മനഃപ്പാഠമാക്കിയ ഒരു ഗ്രൗണ്ടാണ് സർവാത്തേക്ക് ജാംതയിലെ ആ സ്റ്റേഡിയം. അപ്പൊ അതുകൊണ്ട് തന്നെ അതും കേരളത്തിന് ഒരു ഗുണം ചെയ്യും. മറ്റു പല സാഹചര്യങ്ങളിൽ കൂടി കേരളത്തിന് അനുകൂലമായിട്ടുണ്ട് പ്രതീക്ഷകളിലെങ്കിലും. കാരണം ഈ കേരളത്തിന്റെ കുതിപ്പ് അതൊരു അസാധ്യമായിട്ടുള്ള കുതിപ്പായിരുന്നു. പ്രവചിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള കുതിപ്പായിരുന്നു. അപ്പോൾ ഈ അപ്രവചനീയമായിട്ടുള്ള കുതിപ്പിൽ കേരളം പല സാഹചര്യങ്ങളിൽ കളിക്കുന്ന ഇടയും ഉണ്ടായി. അപ്പോൾ അവിടെയൊക്കെ കേരളം കാട്ടിയ മികവ്. ഇതുവരെ തോൽവി അറിഞ്ഞിട്ടില്ല. 2 ടീമും തോൽവി അറിയാതെയാണ് ഇതുവരെ ഫൈനൽ വരെ എത്തിയത്. സെമി ഫൈനലിൽ 2 റണ്ണിന്റെ ലീഡാണ് കേരളം നേടിയതെങ്കിൽ ക്വാർട്ടർ ഫൈനലിൽ ഒറ്റയ്ക്ക് റണ്ണിന്റെ ലീഡിലാണ് എത്തിയത്. അപ്പോൾ ഭാഗ്യവും കേരളത്തിന് എപ്പോഴും കൂട്ടായിരുന്നു. അങ്ങനെ ഈ പലവിധമായിട്ടുള്ള ഫാക്ടറുകൾ കേരളത്തിന് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ആരാധകർ. കേരള ക്രിക്കറ്റിൽ ഇതുവരെയും ഉണ്ടാകാത്ത സംഭവമാണ് ഒരു ഫൈനൽ രഞ്ജി ട്രോഫിയുടെ ഫൈനൽ എത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഒരു 10 വർഷത്തിന് മുന്നത്തെ സമയം എടുത്തു നോക്കിയാൽ കേരളത്തെ സംബന്ധിച്ച് അത് ആലോചിക്കുക പോലും പ്രയാസകരമായിരുന്നു. അത്രമാത്രം വലിയ ഒരു നിലയിലേക്കാണ് കേരളത്തിന്റെ ക്രിക്കറ്റ് വളർന്നത് എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരം. നിലവിൽ കേരളത്തിൽ നിന്നുള്ള മെൻസ് ടീമിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ മെൻസ് ടീമിൽ കേരളത്തിൽ നിന്ന് സഞ്ജു സാംസനെ മാത്രമേ നമുക്ക് പരിഗണിക്കാൻ കഴിയുന്നുള്ളൂ എങ്കിൽ പോലും കേരളത്തിലെ ക്രിക്കറ്റ് വളരുന്നു എന്നുള്ളതിന്റെ വലിയ സൂചന നൽകുന്നു. നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഇന്നത്തെ മത്സരത്തിൽ കേരളത്തിന് നല്ലൊരു തുടക്കം ലഭിക്കുമെന്നും മാത്രമല്ല നമുക്കറിയാവുന്ന രഞ്ജി ട്രോഫിയിൽ ഈ 1ാം ഇന്നിംഗ്സ് ലീഡ് നിർണായകമാണ്. അപ്പോൾ അത്തരത്തിൽ 1ാം ഇന്നിംഗ്സിൽ മികച്ച സ്കോർ നേടാൻ കേരളത്തിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം. ശ്രീജ, തീർച്ചയായും എൽദോ, വളരെ വളരെ ശുഭപ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. വലിയ നേട്ടം നമ്മൾ ഈ 75 വർഷത്തെ ചരിത്രത്തിൽ വലിയൊരു നേട്ടം ഫൈനൽ എന്നതാണ്. അവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി ഒരൊറ്റ കളി അകലെ, ഒരൊറ്റ വിജയം അകലെ മാത്രമാണ് നമ്മൾ ഏറ്റവും വലിയ ചരിത്രത്തിലേക്ക്. അതിന് ക്യാപ്റ്റൻ സച്ചിൻ ബേബിക്കും ടീമിനും കഴിയട്ടെ എന്ന് നമുക്ക് ഈ ദിവസം രാവിലെ ആശംസിക്കാം. പക്ഷേ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിദർഭയും ഗംഭീര ടീമാണ്. അപ്പോൾ ഒരു നല്ല മത്സരം കാണാൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് കഴിയുമെന്നത് ഉറപ്പാണ്. നമുക്കതിലേക്ക് ഉറ്റുനോക്കാം. ഇനി ഇന്നത്തെ മറ്റ് വാർത്തകൾ, ഇന്ന് നടക്കാനിരിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ ഒറ്റനോട്ടത്തിൽ നോക്കി വരാം. ഇന്നിത് സംഭവിക്കും. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ ആശുപത്രിയിൽ കഴിയുന്ന അഫാനെ ഇന്ന് ചോദ്യം ചെയ്യും. ചികിത്സയിൽ കഴിയുന്ന ഉമ്മ ഷെമിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ. അഫാന്റെ പിതാവിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരും. കേന്ദ്ര സർക്കാരിന്റെ കടൽ മണൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഹർത്താൽ രാത്രി 12 മണി മുതൽ. മത്സ്യബന്ധന തുറമുഖങ്ങളും മാർക്കറ്റുകളും പ്രവർത്തിക്കില്ല. മത്സ്യവിതരണ മേഖലയും ഹർത്താലിന്റെ ഭാഗമാണ്.
ഇന്ന് മഹാശിവരാത്രി. ക്ഷേത്രങ്ങളിൽ വിപുലമായ ചടങ്ങുകൾ, ആഘോഷങ്ങൾക്കൊരുങ്ങിയ ആലുവ മണപ്പുറം. 116 ബലിത്തറകൾ ആലുവ മണപ്പുറത്ത് തയ്യാറാക്കി. ഇഷ യോഗ കേന്ദ്രത്തിലെ മഹാശിവരാത്രി ആഘോഷങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുക്കും. വൈകിട്ട് 6-ന് ആരംഭിക്കുന്ന ആഘോഷങ്ങൾ നാളെ പുലർച്ചെ 6-ന് സമാപിക്കും. ശിവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എത്തുന്ന അമിത്ഷാ ഇന്ന് കോയമ്പത്തൂരിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഈറോഡിൽ ബിജെപിയുടെ പുതിയ ഓഫീസ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ജനുവരി 13-ന് ആരംഭിച്ച മഹാകുംഭമേളയ്ക്ക് ഇന്ന് സമാപനം. ത്രിവേണി സംഗമത്തിലെ ശിവരാത്രി അമൃത് സ്നാനത്തോടെ മഹാകുംഭമേളയ്ക്ക് സമാപനമാകും. കണ്ണൂർ ആറളം ഫാമിൽ തമ്പടിച്ച കാട്ടാനകളെ തുരത്താനുള്ള ദൗത്യം ഇന്ന് തുടങ്ങും. 50ഓളം കാട്ടാനകളാണ് പ്രദേശത്ത് തമ്പടിച്ചത്. വനം വകുപ്പിന്റെ 2 സംഘങ്ങൾ ദൗത്യം നടത്തും. തമിഴക വെട്രി കഴകത്തിന്റെ 1ാം വാർഷിക സമ്മേളനം ഇന്ന്. മഹാബലിപുരത്തെ സ്വകാര്യ ഹോട്ടലിലാണ് ആഘോഷ പരിപാടികൾ. രാഷ്ട്രതന്ത്രജ്ഞനും ജൻസുരാജ് പാർട്ടി നേതാവുമായ പ്രശാന്ത് കിഷോർ പരിപാടിയിൽ പങ്കെടുക്കും. രഞ്ജി ട്രോഫി കിരീടമെന്ന സ്വപ്നവുമായി കേരളം ഇന്ന് കളിക്കളത്തിൽ. കലാശപ്പൂരിൽ വിദർഭയാണ് എതിരാളികൾ. വിദർഭയുടെ ഹോം ഗ്രൗണ്ടായ നാഗ്പൂർ ജാംതയിലെ VCA സ്റ്റേഡിയത്തിലാണ് മത്സരം. വൈറ്റ് ഹൌസിൽ ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗം ഇന്ന്. എല്ലാ വകുപ്പ് സെക്രട്ടറിമാരും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും. ഇനി ഇന്നത്തെ ദിവസം വളരെ സ്പെഷ്യലായ ചിലർക്കുള്ള ആശംസകളാണ്. സ്പെഷ്യൽ ഡേ ആർക്കൊക്കെയാണെന്ന് നോക്കാം. മലപ്പുറത്തെ നെഹാന്റെ 8ാം പിറന്നാളാണ് ഇന്ന്. നെഹാൻ, ഹാപ്പി ബർത്ത്ഡേ. അടുത്തത് കണ്ണൂർ കടവത്തൂരിലെ അഖിലേഷ് ലാലിനുള്ള ആശംസകളാണ്. അഖിലേഷിന് ആശംസകൾ നേരുന്നത് സഞ്ജു, സിജു, അശ്വിൻ എന്നിവരാണ്. അവർക്കൊപ്പം ന്യൂസ് 18ന്റെയും ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ. മുള്ളങ്കല്ല് സ്വദേശികളായ വിനീതിന്റെയും അനിഷ്മയുടെയും മകൾ ആമി എന്ന് വിളിക്കുന്ന മെലാനിയ റോസിന്റെ 1ാം പിറന്നാളാണ് ഇന്ന്. ആമി മോൾക്ക് ആശംസകൾ നേരുന്നത് വാർഡ് മെമ്പർ അനീഷ് CJ ആണ്. അനീഷ് അങ്കിളിനൊപ്പം ഞങ്ങളുടെ ഒക്കെ ആശംസകൾ. ന്യൂസ് 18 കേരളം ഇൻപുട്ട് എഡിറ്റർ TG സജിത്തിന്റെ മകൾ ജാനകിയാണ്. അപ്പം ഞങ്ങളുടെ ഫാമിലിയിലെ ജാനകിക്കുട്ടിയുടെ പിറന്നാളാണ് ഇന്ന്. ജാനകിയുടെ 8ാമത്തെ പിറന്നാൾ. ഹൃദയം നിറഞ്ഞ ആശംസകൾ ജാനകി. ഞങ്ങൾ എല്ലാവരുടെയും. അച്ഛൻ ഇവിടെ തിരക്കിലാന്ന് തോന്നുന്നു. അച്ഛൻ എന്താ ഇന്ന് പിറന്നാളിന് സമ്മാനം കൊടുക്കണമെന്ന് അറിയാൻ താല്പര്യമുണ്ട്. അച്ഛൻ തിരിയൂ. ജാനകിക്ക് ഞങ്ങളുടെയൊക്കെ ആശംസകൾ അറിയിക്കൂ. എന്താണ് ബർത്ത്ഡേ പ്ലാൻസ്? വീട്ടിൽ പോകാൻ പറ്റിയില്ല ശ്രീജയ്. എന്തായാലും വീട്ടിൽ പോകണം. ഇന്ന് ഞാൻ നേരത്തെ ഇറങ്ങും ഓഫീസിൽ നിന്ന്. നേരത്തെ എത്തണം. അവിടെ ഉച്ചയ്ക്ക് ആഘോഷമൊക്കെ ഉണ്ട്. വൈകിട്ടത്തേക്ക് അങ്ങ് എത്തണം. ഉച്ചയ്ക്ക് അവിടെ ആഘോഷം നടക്കുമ്പോൾ നമുക്ക് ഇവിടെ ആഘോഷിക്കണ്ടേ? അപ്പോൾ എല്ലാ തയ്യാറെടുപ്പും ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്കും തയ്യാറെടുപ്പൊക്കെ ആക്കി വെക്കൂ. തൽക്കാലം വീട്ടിലെ ആഘോഷം നടക്കട്ടെ, നമുക്ക് പിന്നീട് നടത്താം. എന്തൊരു അച്ഛനാണ് എന്ന് ജാനകി അവിടെ നിന്ന് ചോദിക്കണ്ടാവും. അപ്പം എന്തായാലും ഞങ്ങളുടെ എല്ലാവരുടെയും ന്യൂസ് 18 ഫാമിലിയുടെ മുഴുവൻ ആശംസകൾ ജാനകിക്കുട്ടി അറിയിക്കും. ഓക്കെ, താങ്ക് യു. ശരി, നമ്മൾ ഇനി മറ്റ് വാർത്തകളിലേക്ക് പോവുകയാണ്. ജാഗ്രത കാണാം. വെഞ്ഞാറമൂട് കൂട്ടക്കുരുതിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മളൊക്കെ ഞെട്ടിപ്പോകും. ആശുപത്രിയിൽ കഴിയുന്ന അമ്മ ഷെമിയുടെ തലയിൽ 13 തവണയാണ് അഫാൻ ചുറ്റിക കൊണ്ട് അടിച്ചത്. പിതൃസഹോദരൻ ലത്തീഫിന്റെ തലയിൽ 20 തവണയടിച്ചു. ഫർസാനയെ കൊന്നതിനു പുറമെ മുഖം വികൃതമാക്കി. എല്ലാവരെയും വകവരുത്തിയത് ഒരേ ചുറ്റിക കൊണ്ടാണെന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. 6 മണിക്കൂറിൽ
5 കൊലപാതകങ്ങൾ. ക്രൂരമായി ആക്രമിക്കപ്പെട്ട അമ്മ ഷെമി ഇനിയും അപകടനില തരണം ചെയ്തിട്ടില്ല. തിങ്കളാഴ്ച രാവിലെ 10-നും വൈകിട്ട് 4:30-ക്കും ഇടയിൽ നടന്ന സംഭവങ്ങൾ പുറം ലോകം അറിഞ്ഞത് വൈകിട്ട് 6 മണിക്ക് ശേഷം. കുടുംബത്തിലെ 4 പേരെയും പ്രണയിനിയെയും അഫാൻ കൊലപ്പെടുത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയാണെന്നാണ് പോലീസ് കണ്ടെത്തൽ. 5 പേരുടെയും തല ചുറ്റികയ്ക്കടിച്ച് ചിതറിച്ചതായി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഓരോരുത്തരുടെയും തലയിലും മുഖത്തും നിരവധി തവണയാണ് ചുറ്റിക കൊണ്ട് ആഞ്ഞടിച്ചിട്ടുള്ളത്. പെൺസുഹൃത്ത് ഫർസാനയുടെ മുഖം വികൃതമാക്കിയിട്ടുണ്ട്. ഇളയ സഹോദരൻ അസ്നാന്റെ കണ്ണുകൾ പോലും അടിച്ചു തകർത്തിരിക്കുകയാണ്. എല്ലാവരെയും കൊന്നത് ഒരേ ചുറ്റിക ഉപയോഗിച്ചാണെന്നും ആയുധം കണ്ടെത്തിയെന്നും പോലീസ് വ്യക്തമാക്കി. ലഹരിക്കടിമയായ അഫാൻ പണം കിട്ടാത്തതിനെ തുടർന്നാണ് കൊല നടത്തിയതെന്നാണ് പ്രധാനമായും സംശയിക്കുന്നത്. ഇതിനു പുറമെ കാമുകിയെ വീട്ടിൽ കൊണ്ടുവന്നത് എതിർത്തതും കൊലയ്ക്ക് കാരണമായി അഫാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ മൊഴികളൊന്നും പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല പോലീസ്. അതിക്രൂരമായ മനോനിലയാണ് ഈ യുവാവിനെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അഫാൻ മുൻപ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നതായി ബന്ധു ഷിജു അബൂബക്കർ വെളിപ്പെടുത്തി. സഹോദരനോടാണ് കുടുംബത്തിലെ എല്ലാവർക്കും ഇഷ്ടമെന്ന കാരണം പറഞ്ഞാണ് എലിവിഷം കഴിച്ചത്. ലഹരി ഉപയോഗിക്കാൻ അഫാൻ ബന്ധുക്കളോട് പണം ചോദിക്കാറുണ്ടായിരുന്നു. വീട്ടിൽ കൊണ്ടുവന്ന പെൺകുട്ടിയെ തിരികെ കൊണ്ടാക്കാൻ പറഞ്ഞതും കൊലപാതകത്തിന് കാരണമാകാം. അവൻ വിഷം കഴിച്ചിട്ടുണ്ട്. അന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്താണ് അവനെ കൊണ്ടുവന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഇവന്റെ ഉള്ളിൽ ഇവൻ പുറമെ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും ഈ കുട്ടികൾക്ക് മുമ്പുള്ള വൈരാഗ്യം കിടന്നിട്ടുണ്ടാവും എല്ലാവർക്കും. പക്ഷെ ഇപ്പം സ്വാഭാവികമായിട്ടും അവൻ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ അവൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നല്ലോ കുട്ടികൾ. ഇവൻ ഇത്രയും ചെയ്യാനായിട്ടുള്ള മനസ്സൊന്നുമില്ല. നോർമലി അങ്ങനെ ഒരു ക്രിമിനൽ ഇതല്ല. ഇവൻ ഈ ഡ്രഗ്സിന്റെ അഡിക്ഷനിലൂടെ ഇവൻ ഇങ്ങോട്ട് ഇങ്ങനെ കിട്ടാതിരുന്നപ്പോൾ വയലന്റ് ആയതായി. കൊല്ലപ്പെട്ട ലത്തീഫിന്റെ വീട്ടിൽ മൽപ്പിടുത്തം നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ട്. അലമാര കുത്തി തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. ബന്ധിപ്പിക്കാൻ പറ്റിയ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ പറയാം എന്തെങ്കിലും അലമാര കുത്തിപ്പൊളിക്കുക അങ്ങനെ എന്തെങ്കിലും ശ്രമം നടന്നിട്ടുണ്ട്. ക്രൂരമായ ആക്രമണത്തിന് ഇരയായ ഷെമിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. ചുറ്റിക കൊണ്ട് മുഖത്ത് 13ഓളം അടിയാണ് ഷെമിക്കേറ്റത്. ഇവരുടെ തലയ്ക്ക് പിന്നിൽ മാത്രം 13 തുന്നലുണ്ട്. കട്ടിലിൽ നിന്ന് വീണു പരിക്കുപറ്റിയെന്നാണ് ഇവർ ഡോക്ടറോട് പറഞ്ഞത്. ഇളയ മകന്റെ മരണമടക്കം കുടുംബത്തിൽ നടന്ന കൂട്ടക്കൊലയൊന്നും ഷെമി അറിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ മൂത്ത മകനെ രക്ഷിക്കാനുള്ള മൊഴിയാണെന്നാണ് വിലയിരുത്തൽ. ഇവരുടെ ആരോഗ്യനില മെച്ചപ്പെടുന്ന മുറയ്ക്ക് പോലീസ് വിശദമായി മൊഴിയെടുക്കും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രത്യേക സെല്ലിൽ കഴിയുന്ന അഫാനെയും കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. 5 ഡിവൈഎസ്പിമാർ ഉൾപ്പെടുന്ന പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കൊടും ക്രൂരമായ കൂട്ടക്കൊലപാതകത്തിന് 23-കാരനായ അഫാനെ പ്രേരിപ്പിച്ച മനോനില എന്താകും? ആ ദുരൂഹതയുടെ ചുരുളഴിക്കാനാണ് പോലീസ് ശ്രമം. ഇരകൾ പിടഞ്ഞു മരിക്കുന്നത് കാണുന്നതിൽ ഉന്മാദം കണ്ടെത്തുന്ന മനോനിലയുള്ള കൊടും കുറ്റവാളികളുണ്ട്. സമാന മാനസികാവസ്ഥയിലാണ് അഫാനുമെന്ന് പോലീസ് കരുതുന്നു. കൂട്ടക്കൊലപാതകത്തിൽ ജീവൻ പൊലിഞ്ഞ 5 പേരുടെയും ഖബറടക്കം നടത്തി. കൊടും ക്രൂരതയുടെ ഇരകൾക്ക് യാത്രാമൊഴിയേകാൻ എല്ലായിടത്തും വൻ ജനാവലിയാണ് എത്തിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. അഫാൻ എന്തിനാണ് ഫർസാനയെ കൊന്നത് എന്നത് തുടക്കം മുതലേ ഉയർന്ന ചോദ്യമാണ്. താൻ മരിച്ചാൽ ഫർസാന തനിച്ചാകുമെന്ന് കരുതിയാണ് കൊലപ്പെടുത്തിയതെന്നാണ് അഫാൻ പോലീസിന് മൊഴി നൽകിയത്. അതിക്രൂരമായാണ് പ്രിയപ്പെട്ട അനുജനെയും ഇയാൾ വകവരുത്തിയത്. 9ാം ക്ലാസ്സുകാരൻ അഫ്സാന്റെ മൃതദേഹത്തിന് ചുറ്റും 500 രൂപയുടെ നോട്ടുകളും വിതറിയിരുന്നു. ഒരാൾക്ക് ഇത്ര നിഷ്ഠൂരമായി എങ്ങനെ ഉറ്റവരുടെ ജീവനെടുക്കാനാകും? വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊല അറിഞ്ഞവരെല്ലാം ചിന്തിക്കുന്ന കാര്യമാണത്. സ്വന്തം സഹോദരൻ, മുത്തശ്ശി, പിതൃസഹോദരന്റെ ഭാര്യ എന്നിവർക്കൊപ്പം കാമുകി ഫർസാനയെയും അഫാൻ കൊലപ്പെടുത്തി. ഞാൻ മരിച്ചാൽ ഫർസാന തനിച്ചാകുമെന്ന് കരുതിയാണ് അവളെയും കൊന്നത്. ഇതാണ് അഫാൻ പോലീസിന് നൽകിയ മൊഴി. ഫർസാനയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് മുകൾ നിലയിൽ വെച്ച് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊല്ലുകയായിരുന്നു. വെഞ്ഞാറമൂട്ടിലെ സ്കൂളിൽ പഠനകാലയളവിൽ തുടങ്ങിയ പ്രണയമാണ് അഫാനും ഫർസാനയും തമ്മിലെന്നാണ് വിവരം. അഞ്ചലിലെ കോളേജിൽ PG വിദ്യാർത്ഥിനിയായിരുന്നു ഫർസാന. ഫർസാനയെ വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് അഫാൻ അവരുടെ വീട്ടിലെത്തി പറഞ്ഞതായും സൂചനയുണ്ട്. പഠനത്തിൽ ഏറെ മിടുക്കിയായിരുന്നു ഈ 22-കാരി. ട്യൂഷൻ എടുക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞാണ്
മുക്കന്നൂരിലെ വീട്ടിൽ നിന്ന് ഫർസാന ഒടുവിൽ പോയത്. ഇത് പൊതുവേ ഒരു ഒതുങ്ങി കൂടുന്ന ഒരു കുട്ടിയാണ്. പുറത്ത് അങ്ങനെ അധികം ഇവിടെ ഉള്ളതുപോലെ ഒന്നും നമുക്ക് അറിയാൻ കഴിയില്ല. അങ്ങനെ വളരെ ഒതുക്കമുള്ള ഒരു കുട്ടിയാണ്. പഠനത്തിലും നല്ല മികച്ച പഠന നിലവാരമുള്ള ഒരു കുട്ടിയാണ്. ഇവിടെ നിന്ന് ഇന്നലെ ഈ കുട്ടി 3 മണിക്ക് പോയത് ട്യൂഷന് പോകുന്നു എന്നും പറഞ്ഞാണ് വീട്ടിൽ പറഞ്ഞിട്ട് പോയത്. പിന്നെ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഈ പയ്യൻ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. 9ാം ക്ലാസ്സുകാരൻ അഫ്സാനെയും മനസാക്ഷിയെ നടുക്കും വിധമാണ് കൊന്നത്. പിതാവ് വിദേശത്തായതിനാൽ അച്ഛന്റെ കരുതലോടെയാണ് അഫാൻ കുഞ്ഞനുജനെ സ്നേഹിച്ചിരുന്നതെന്ന് ബന്ധുക്കൾ പറയുന്നു. അഫ്സാന്റെ പഠനകാര്യത്തിലും ശ്രദ്ധിച്ചിരുന്നു. ഇരുവരും തമ്മിൽ 10 വയസ്സ് വ്യത്യാസമുണ്ട്. കൊലപാതകത്തിന് മുമ്പ് അനുജനെ ഹോട്ടലിൽ കൂട്ടിക്കൊണ്ടുപോയി കുഴിമന്തി വാങ്ങിച്ചു കൊടുത്തു. സ്വീകരണ മുറിയിൽ നിലത്ത് കിടക്കുന്ന നിലയിലായിരുന്നു അഫ്സാന്റെ മൃതദേഹം. മൃതദേഹത്തിന് ചുറ്റും 500 രൂപയുടെ കറൻസി നോട്ടുകൾ വിതറിയിരുന്നു. ഇങ്ങനെ ചെയ്തത് എന്തിനാണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. ഇതുൾപ്പെടെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നാട്ടുകാരോടെല്ലാം നല്ല രീതിയിലാണ് അഫാൻ ഇടപെട്ടിരുന്നത്. 5 പേരെ ഇയാൾ കൊലപ്പെടുത്തിയതിന്റെ ഞെട്ടലിലാണ് വെഞ്ഞാറമൂട് പേരുമല നിവാസികൾ. ഇങ്ങനെ ഒരു സംഭവം വീട്ടിലെ ഇവൻ ചെയ്യുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റും. എന്നുവെച്ചാൽ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു പാവമാണ്. രണ്ടുപേരും ഇളയനെന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമായിരുന്നു. കെട്ടിപ്പിടിച്ചോണ്ടൊക്കെയാണ് ഇവിടെ സാധനത്തിന് വന്നത്. നേരത്തെയൊക്കെ ഇപ്പൊ ഒറ്റയ്ക്ക് ഇളയാൻ വരും. എന്നാലും പള്ളിയിൽ രണ്ടുപേരും ഒരുമിച്ചൊക്കെയാണ് പോണത്. ഞാൻ കണ്ടിട്ടുണ്ട്. 14 വയസ്സുള്ള ഒരു അനുജന അവനെയും വെട്ടിക്കൊന്നു. അവരൊക്കെ എന്ത് പിഴച്ച് എന്തോ മാനസികമായ എന്തെങ്കിലും അറിയാമെന്ന് എനിക്കറിയില്ല. ഈ മറ്റു നാട്ടുകാർക്ക് അറിയുന്നത് അല്ല, നമ്മൾക്ക് അറിഞ്ഞില്ല. നമ്മൾ തൊട്ട് താഴെയാണ് താമസിക്കുന്നത്. പക്ഷേ പോലീസ് വന്നതിന് ശേഷം ഓരോരുത്തരും പറഞ്ഞാണ് നമ്മളതൊക്കെ തന്നെ അറിയുന്നത്. അതുവരെ നമുക്കിതൊന്നും ഒരു പിടുത്തമില്ല. ക്യാൻസർ രോഗിയായ അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെയും അനുജനും പ്രണയിനിയും അടക്കം ഉറ്റവരെ കൊന്നതിന്റെയും കാരണം എന്താകും? വിദേശത്ത് പിതാവിന് സാമ്പത്തിക ബാധ്യതയുള്ളത് അഫാനെ കുറ്റകൃത്യത്തിലേക്ക് നയിക്കാൻ മതിയായ കാരണമായി പോലീസ് കരുതുന്നില്ല. ലഹരി ഉപയോഗമടക്കം പുറത്തുവന്ന വിവരങ്ങൾക്കപ്പുറം അജ്ഞാതമായ രഹസ്യങ്ങൾ ഈ ചോരക്കളിയുടെ പിന്നിലുണ്ടോ? അതാണ് പോലീസിനെയും കുഴയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇടുക്കി തട്ടേക്കണ്ണിയിലെ ഗൃഹനാഥന്റെ മരണം കൊലപാതകമെന്ന് പോലീസ്. അയൽവാസിയുടെ വീട്ടുമുറ്റത്ത് ബോധരഹിതനായ നിലയിൽ കണ്ടെത്തിയ തട്ടേക്കണ്ണി സ്വദേശി മോഹന്റെ മരണം കൊലപാതകമെന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഒരുമിച്ച് മദ്യപിക്കുന്നതിനിടെ ഉണ്ടായ തർക്കമാണ് കൊലയ്ക്ക് കാരണം. അയൽവാസിയായ തട്ടേക്കണ്ണി വലിയകുന്നത്ത് ഡെൽഫിന്റെ വീട്ടുമുറ്റത്താണ് തിങ്കളാഴ്ച രാവിലെ മോഹനനെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മോഹനന്റെ മരണത്തിൽ സംശയം തോന്നിയ പോലീസ് ഡെൽഫിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. ഡെൽഫിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇരുവരും ഒരുമിച്ച് ഡെൽഫിന്റെ വീട്ടിൽ മദ്യപിച്ചിരിക്കെ വാക്കേറ്റമുണ്ടായി. പ്രകോപിതനായ ഡെൽഫിൻ മോഹനെ മർദ്ദിച്ച് മുറ്റത്ത് തള്ളിയിട്ട ശേഷം കതകടച്ച് കിടന്നു. പുലർച്ചെ വീട്ടുമുറ്റത്ത് മോഹനൻ ചലനമറ്റ് കിടക്കുന്നത് കണ്ട് ഡെൽഫിന്റെ ഭാര്യയാണ് അയൽവാസികളെ വിവരമറിയിച്ചത്. തുടർന്ന് നാട്ടുകാരും മോഹനന്റെ മകനും ചേർന്ന് നേര്യമംഗലം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും മരിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. ആലപ്പുഴയിൽ ഗുണ്ടാ സംഘങ്ങൾ അഴിഞ്ഞാടുകയാണ്. ചെട്ടിക്കാട് തീരദേശ ഹൈവേയിൽ നടു റോഡിലാണ് ഗുണ്ടകൾ തമ്മിൽ സംഘർഷവും കത്തിക്കുത്തുമുണ്ടായത്. നിരവധി കേസുകളിൽ പ്രതിയായ തുമ്പി ബിനുവും ജോൺ കുട്ടിയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ. ഒരാളുടെ നില ഗുരുതരമാണ്. ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു ആലപ്പുഴ ചെട്ടിക്കാട് ജംഗ്ഷന് സമീപം ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം. ദീർഘനാളായുള്ള പകയുടെ ഭാഗമായാണ് നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ തുമ്പി ബിനുവും ജോൺകുട്ടിയും ഏറ്റുമുട്ടിയത്. ചെട്ടിക്കാട് ജംഗ്ഷനിൽ മീൻതട്ടിടുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഒടുവിലത്തെ തർക്കം. വാക്കേറ്റത്തിനിടെ തുമ്പിബിനുവിന് പിറകിലൂടെ വന്ന ജോൺകുട്ടി കത്തികൊണ്ട് കുത്തുകയായിരുന്നു. കുത്തേറ്റ് തുമ്പിബിനു മീൻ മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ച് ജോൺകുട്ടിയെയും കുത്തി പരിക്കേൽപ്പിച്ചു. ചോരയിൽ കുളിച്ചു നിന്ന ഇരുവരെയും നാട്ടുകാരാണ് പിടിച്ചു മാറ്റിയത്. ജോൺകുട്ടി തന്നെക്കുറിച്ച് അപവാദം പറയുന്നുവെന്ന് പറഞ്ഞാണ്
ബിനു ആദ്യം മത്സ്യവില്പന നടത്തുന്ന സ്ഥലത്തേക്ക് എത്തിയത്. ജോൺകുട്ടിയുടെ പിതാവുമായാണ് തുടക്കത്തിൽ സംസാരമുണ്ടായത്. പിന്നീട് തർക്കം ജോൺകുട്ടിയും ബിനുവും തമ്മിലായി. ഇത് മീൻതട്ട് ഉപയോഗിക്കുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്ക് എത്തി. തുടർന്നായിരുന്നു ആക്രമണം. പോലീസ് എത്തി ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ വെച്ചും പോർവിളിയുണ്ടായി. സംഭവത്തിൽ ഇരുവർക്കുമെതിരെ ആലപ്പുഴ നോർത്ത് പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. തുമ്പി ബിനുവും ജോൺകുട്ടിയും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണെങ്കിലും നിലവിൽ ജോൺകുട്ടി വള്ളവും വലയും വാങ്ങി മത്സ്യബന്ധന തൊഴിലുമായി മുന്നോട്ടു പോകുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് 18 ആലപ്പുഴ. രാവിലെ ഇതോടെ പൂർണ്ണമാവുകയാണ്. ഇനി ഇത് കണ്ടോ കാണാം.